വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പാടിയ RSS ഗണഗീതം ദേശീയ തലത്തിൽ തന്നെ വിവാദമായിരിക്കുകയാണ്. നേരത്തെ പിൻവലിച്ച ഗണഗീത ദൃശ്യം റെയിൽവേ വീണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഔദ്യോഗിക ചടങ്ങിലെ ഗണഗീതാലാപനത്തിനെതിരെ വിമർശനം ഉന്നയിച്ച ജോൺ ബ്രിട്ടാസ് MPക്ക് മറുപടി പറയുന്ന വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറയുന്നത് ബ്രിട്ടാസിന്റെ മതമാണ് ഈ ദേശഭക്തി ഗാനത്തോട് എതിർപ്പുയർത്താൻ കാരണമെന്നാണ്. ഈ ഗണഗീതാലാപനം ആരുടെ അജണ്ടയാണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് VPP മുസ്തഫ, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, ഹിന്ദു ഐക്യവേദി പ്രതിനിധി അനിൽ വിളയിൽ എന്നിവർ. ആദ്യം അനിൽ വിളയിലേക്ക്. അനിൽ, ഈ സ്കൂൾ വിദ്യാഭാരതിയുടെ കീഴിലുള്ളതാണെന്നാണ് അറിയുന്നത്. വിദ്യാഭാരതിയുടെ കീഴിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും RSS ആഭിമുഖ്യത്തിലുള്ള സ്കൂളായിരിക്കും. വിദ്യാഭാരതിക്ക് അവരുടേതായ കരിക്കുലവും അവരുടേതായ പഠന രീതിയൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഭാഗമായി പഠിപ്പിച്ചതാവും. പക്ഷേ അതൊരു പൊതുവേദിയിൽ വേണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ വിവാദം ഒഴിവാക്കാമായിരുന്നില്ലേ? എന്നോടാണോ? അതെ അതെ അനിൽ. താങ്കളൊരു ചോദ്യത്തിനകത്തൊരു വസ്തുതാപരമായ പിശകുണ്ട്. ഒരു പൊതുവേദിയിലാണത് ആലപിച്ചതെന്ന് ആരാണ് പറഞ്ഞത്? അതൊരു പൊതുവേദിയിലേ അല്ല. ഈ ഫ്ലാഗ് ഓഫ് ചെയ്ത യോഗം നടന്നത് എവിടെയാണ്? അത് പ്രധാനമന്ത്രി വാരണാസിയിലോ ഉത്തരേന്ത്യയിലോ ഒരിടത്ത് നിന്നുകൊണ്ട് ഫ്ലാഗ് ഓഫ് ചെയ്ത പബ്ലിക് ഫംഗ്ഷൻ അകത്തല്ല ഈ പാട്ട് പാടിയത്, ഈ ഗണഗീതം ആലപിച്ചത്. ട്രെയിനിനകത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൊച്ചിയിലെ 5ഓളം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഈ ആദ്യ യാത്രയിൽ പങ്കെടുക്കാൻ അവസരം കൊടുത്തിരുന്നു. അപ്രകാരം യാത്ര ചെയ്ത ഒരു സംഘമാണ് ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എളമക്കരയിലെ സരസ്വതി വിദ്യാമന്ദിർ എന്ന് പറയുന്ന വിദ്യാലയം. അവിടുത്തെ കുട്ടികളോട് ഏതോ പ്രാദേശിക ചാനലിന്റെയോ ആൾക്കാർ വന്നിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ആദ്യം അവര് ഈ വന്ദേ മാതരത്തിന്റെ 150ാമത് വാർഷികം പ്രമാണിച്ചുകൊണ്ട് വന്ദേ മാതരം ആലപിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു പാട്ടുകൂടെ ആലപിക്കാൻ പറഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥികൾ സ്വാഭാവികമായി അവർ പഠിച്ചിട്ടുള്ള ഒരു പാട്ട്, ഒരു ദേശഭക്തി ഗാനം ആലപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് യാതൊരു വിവാദത്തിന്റെ പ്രസക്തിയില്ല ഈ കാര്യത്തില്. കാരണം ഒരു പൊതുപരിപാടി എവിടെ നടന്നു എന്ന് പറയുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വളരെ സജീവമായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. കണ്ണൂരിൽ നിന്ന് ആദ്യമായിട്ട് വിദേശത്തേക്ക് വിമാന സർവീസ് നടത്തിയപ്പോൾ ഒരു അറബി പാട്ട് ആലപിക്കുന്നുണ്ട്. അതിനകത്തെ യാത്രക്കാരെല്ലാം കൂടെ ചേർന്ന് നല്ല മനോഹരമായിട്ടൊരു അറബി, അതിന്റെ അർത്ഥം എനിക്ക് അറിയില്ല, സത്യസന്ധമായിട്ട് പറയാം. അത് അറബി പാട്ടൊന്നുമല്ല അനിൽ, അത് അറബി പാട്ടൊന്നുമല്ല, ഒരു മാപ്പിള ഗാനമാണ്. അത് അതാണ് മാപ്പിള. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാപ്പിളപ്പാട്ട് ഇസ്ലാമിക വിശ്വാസമായിട്ടൊന്നും ബന്ധമില്ല. അതൊരു കൾച്ചറൽ സോങ് ആണ്. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അല്ലല്ല, അതിലെ കണ്ടന്റ് ഒന്നും ഒരിക്കലും മതവുമായി ബന്ധപ്പെട്ടതേ അല്ല. പ്രേമവും സ്ത്രീകളോ ഒക്കെയാണ് ഉണ്ടാവുക. ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. അതേ സ്വാഭാവികമായ രീതിയിൽ മാത്രമേ ഈ ഗാനത്തിനെ കാണേണ്ടതുള്ളൂ. വേറെ അർത്ഥമൊന്നുമില്ല. ഒരു പൊതു പബ്ലിക് ഫംഗ്ഷനിൽ റെയിൽവേ വിളിച്ച് നിങ്ങൾ ഇന്ന പാട്ട് പാടണമെന്നൊന്നും വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടില്ലത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. റെയിൽവേയിലെ യാത്രക്കാരായി സീറ്റിലിരിക്കുന്ന വിദ്യാർത്ഥികളും 2 അധ്യാപികമാരോട് ചേർന്നിട്ട് ഈ റിപ്പോർട്ടർമാരുടെ ഏതോ ചാനലിന്റെ റിപ്പോർട്ടറിനോട് അവരൊരു പാട്ട് ആലപിക്കാൻ പറയുന്നു. ആ പാട്ട് ആലപിച്ചപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം അത് വിവാദമായി മാറുന്നു. കേരളത്തിൽ കഴിഞ്ഞ 4-5 മാസക്കാലമായിട്ട് ഹൈന്ദവമായിട്ടുള്ള അല്ലെ ദേശഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. താങ്കൾ തന്നെ മനസ്സിലാക്കൂ. പാദപൂജ വിവാദം, ഭാരതാംബ വിവാദം, ശബരിമലയിലെ മോഷണത്തിന്റെ വിവാദം, ഇപ്പോൾ ഈ വിവാദം. ഇങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയപരമായിട്ടുള്ള വീഴ്ചകൾ മറക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഏതോ കേന്ദ്രങ്ങൾ ആസൂത്രിതമായി നടപ്പാക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായി ചർച്ച ചെയ്യുന്നതാണ്. ഇതിനകത്ത് താങ്കൾ തന്നെ പറയൂ, ശ്രീ അജിൻസ്, ഇതിനകത്ത് ദേശഭക്തിപരമായിട്ടുള്ള കാര്യമല്ലാതെ വേറെ വസ്തുതാപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ദേശഭക്തിയുടെ പ്രശ്നം എന്താണെന്ന് പറയാൻ അനിൽ വിളയിൽ. ഈ ദേശഭക്തി പലതാണ്. അനിലിന്റെ ദേശഭക്തിയല്ല, അനിലിന്റെ ദേശഭക്തിയല്ല അവിടെ ഇരിക്കുന്ന നിജേഷ് അരവിന്ദ് ഉണ്ടാവുക. അപ്പൊ ഈ പാട്ട് RSS ഗണഗീതം എന്ന് പറഞ്ഞുകൊണ്ട് കുരുക്ഷേത്ര പ്രകാശൻ ഇറക്കിയിട്ടുള്ള പുസ്തകത്തിലുള്ളതാണ്. ആരെഴുതിയതാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അത് RSSന്റെ പാട്ടാണ്. അപ്പോൾ RSSന്റെ ദേശഭക്തി ആവണമെന്നില്ല മറ്റുള്ളവർക്ക്. അല്ല, അത് കേൾക്കൂ, ശരിയാണ്. ദേശഭക്തി എന്ന് പറഞ്ഞ ആപേക്ഷികമായിട്ടുള്ളൊരു വസ്തുത തന്നെയാണ്. അത് ഓരോ വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ രാഷ്ട്രത്തിനോടുള്ള കൂറും ഈ രാഷ്ട്രത്തിനോടുള്ള ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ദേശഭക്തി അങ്ങനെയല്ല. RSSന്റെ കാഴ്ചപ്പാടിലുള്ള ദേശഭക്തിയെ അല്ല മറ്റുള്ളവർക്ക്. RSSന്റെ ദേശഭക്തി വേറെയാണ്, RSSന്റെ ദേശീയത വേറെയാണ്. ആ ദേശീയതയല്ല മറ്റുള്ളവർ അംഗീകരിക്കുന്നു. ദേശീയതയ്ക്കൊന്നും വ്യത്യാസം വരുന്നില്ല. RSSകാരനായതുകൊണ്ടും മുസ്ലിം ലീഗ് ആയതുകൊണ്ടും കോൺഗ്രസ് ആയതുകൊണ്ടും ഈ ദേശത്തിനെ സ്നേഹിക്കാൻ എല്ലാവരും ബാധ്യസ്ഥർ തന്നെ. ദേശത്തെ സ്നേഹിക്കുന്നതല്ല പ്രശ്നം അനിൽ. ദേശസ്നേഹമോ ദേശഭക്തിയോ ഒന്നും അല്ല പ്രശ്നം. ദേശീയതയെക്കുറിച്ചുള്ള RSSന്റെ കാഴ്ചപ്പാടല്ല മറ്റുള്ളവർക്കുള്ളത്. അതാണ് പ്രശ്നം. അത് ഞാൻ സമ്മതിച്ചല്ലോ. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരനും ഇവിടുത്തെ ലീഗുകാർക്കും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും കാഴ്ചപ്പാടല്ല RSSന്റെ രാഷ്ട്ര സങ്കല്പം അല്ലെ രാഷ്ട്രത്തിന്റെ ദേശഭക്തി എന്ന് പറയുന്ന സത്യമാണ്. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പരമപവിത്രമതാണ് ഈ മണ്ണിൽ എന്ന് പറയുന്ന ഈ ഗണഗീതം എന്ന് താങ്കൾ ഉദ്ദേശിച്ച അതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ ശ്രീ ONV കുറുപ്പ് എഴുതിയ ഒരു ഗണഗീതവും RSSന്റെ ശാഖകളിൽ പാടുന്നുണ്ട്. ONV കുറുപ്പ് RSSകാരനല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആളാണ്. ഭാരത ഹൃദയ വിഭജിയിലുടരും രാഗമാലിക
നാനാവർണ്ണ മനോഹരമായൊരു രാഗമാലിക നാം. ഇതേ അർത്ഥം തന്നെയാണ് ഇന്നലെ ട്രെയിനിനകത്ത് യാത്രക്കാരായ കുട്ടികൾ ആലപിച്ച ഗണഗീതം. സമാന അർത്ഥമാണ്. ഭാരതത്തിന്റെ മതേതരത്വ സങ്കല്പങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും ഒരൊറ്റ ചരടിൽ കോർത്തിണക്കിയ വ്യക്തികളാണെന്ന് മാത്രമുള്ളതേ ഈ അർത്ഥത്തിലുള്ളൂ. വേറൊരു അർത്ഥവും ഇതിനകത്ത് ഏത് വാക്കാണ് ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിയും ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രശ്നമല്ല ഇത് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞല്ലോ, RSS മുന്നോട്ട് വയ്ക്കുന്ന ദേശീയതയല്ല മറ്റുള്ളവരുടെ ദേശീയത. അങ്ങനെയാണ് ഇപ്പോൾ ആളുകൾ തമ്മിൽ ദേശീയതയിൽ അടിസ്ഥാനമായ RSSും മറ്റുള്ള സംഘടനകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. അതാണല്ലോ മെയിൻ ഐഡിയോളജിയൽ പ്രശ്നം. ഞാൻ നിജേഷിലേക്ക് പോകുന്നു. നിജേഷ്, ഈ ഗാനത്തിന് ഒരു പ്രശ്നവുമില്ല എന്ന് ആദ്യം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരാൾ NS നസൂറാണ്. അദ്ദേഹത്തെ നമ്മൾ അറിയുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടാണ്, ഇപ്പോൾ കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസിൻ്റെ ആ നിലപാടുണ്ടോ? പ്രതിപക്ഷ നേതാവ് പറയുന്നത് അത് ദേശഭക്തി ഗാനമേ അല്ല എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? അമ്പലപ്പുഴ പാൽപ്പായസമാണ് ഏറ്റവും നല്ല പായസമായിട്ട് അറിയപ്പെടുന്നത്, ഏറ്റവും രുചിയുള്ളത്. പക്ഷെ അത് കോളാമ്പിയിൽ വിളമ്പിയാൽ എങ്ങനെയുണ്ടാകും എന്നുള്ളത് പോലെ തന്നെയാണ് ഏത് ഗാനമെടുത്ത് RSSന്റെ ഗീതമാക്കി മാറ്റിയാൽ ആ ഗീതത്തിന് പിന്നെ അമ്പലപ്പുഴ പാൽപ്പായസം കോളാമ്പിയിൽ വിളമ്പുന്ന അതേ അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് RSSന്റെ പുസ്തകത്തിൽ അച്ചടിച്ചു വന്ന സാധനം ആരെങ്കിലും പാടിയിട്ടുണ്ട് എങ്കിൽ ആ പാടിയത് RSSന്റെ പുസ്തകത്തിൽ അച്ചടിച്ചു എന്നുള്ളത് മാത്രമാണോ ഒളിച്ചു കിടത്തി? അതായത് ആ പാട്ടിന്റെ വരികളിൽ ഒരു പ്രശ്നവുമില്ല എന്ന നസൂറിന്റെ അഭിപ്രായത്തിൽ RSSന്റെ പുസ്തകത്തിൽ അച്ചടിച്ച് RSSന്റെ ശാഖയിൽ പാടുന്ന RSSന്റെ ഗണഗീതം, RSSന്റെ ശാഖയിൽ പാടുന്ന RSSന്റെ ഗണഗീതം, അത് RSSന്റെ ഐക്കണാണ്. ആ RSSന്റെ ഐക്കണായ ഒരു സംഗീതത്തെ, ഒരു പാട്ടിനെ, ഒരു കവിതയെ, അത് എന്ത് പറഞ്ഞാലും ശരി അത് ആലപിക്കുന്നത് RSS രാഷ്ട്രീയത്തെ ഒളിച്ചു കടത്തുന്നതിന് തുല്യമാണ്. എങ്ങനെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വളരെ പ്ലാൻഡ് ആയിക്കൊണ്ട് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന സമയത്ത് ഇത് പാടിയെന്നും റെയിൽവേ എങ്ങനെ അത് പ്രക്ഷേപണം ചെയ്തു എന്നുള്ളതിനൊക്കെ പറയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി എവിടെ വരെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് വളരെ ക്ലിയർ കട്ടാണ്. സരസ്വതി വിദ്യാലയത്തിലെ അധ്യാപകരും കുട്ടികളും അത് ഒരുമിച്ചിരുന്ന് ഒരേ ഈണത്തിൽ പാടിയിട്ടുണ്ട് എങ്കിൽ ഈ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി, ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഗൂഢാലോചന RSSന്റെ അടുക്കളയിൽ ഭാരതീയ വിദ്യാനികേതന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് ഇപ്പോൾ അനിൽ പറയുന്നത്. അതിന്റെ എളമക്കരയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ പറയുന്ന RSSന്റെ ഒരു ചിട്ടവട്ടൊക്കെ അനുസരിച്ചായിരിക്കും ആ സ്കൂൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ RSSന്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ പിന്നെ ഈ പറയുന്ന ഗണഗീതമല്ലാതെ ദേശീയഗാനം പാടുമോ? ദേശീയഗാനം പാടുന്നുണ്ടല്ലോ, ആര് പറഞ്ഞു? ശരി നിജേഷ്, ദേശീയഗാനം പാടും. ദേശീയഗാനം പാടണമല്ലോ. RSSന്റെ സ്കൂളിൽ RSS പഠിപ്പിക്കുന്നതിന് ഞങ്ങൾ എതിരില്ല. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ ഇവിടെ. ഏതൊരു രാഷ്ട്രീയ സംഘടനയ്ക്കും അവരുടെ ഗീതമോ അവരുടെ ആശയമോ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാനുസൃതമായി നമ്മൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൊതുസ്ഥാപനങ്ങൾക്കകത്ത്, പൊതുവിഷയങ്ങൾക്കകത്ത്, പൊതുമേഖലാ സ്ഥാപനം അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതിനെ പ്രചരിപ്പിക്കാനും പാടില്ല. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ സ്വീകാര്യത നൽകാൻ വേണ്ടി നമ്മുടെ പൊതുസ്ഥാപനത്തിന്റെ, നമ്മുടെയും നികുതി പണം ഉപയോഗിച്ചുള്ള സംവിധാനം ഉപയോഗിക്കരുത്. ഞങ്ങൾക്ക് അത്രയേ ഉള്ളതിൽ. ശരി നിജേഷ്, അതായത് ആ സ്കൂളിലെ കുട്ടികൾ അത് പാടിയതിൽ തെറ്റില്ല. അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത റെയിൽവേയുടെ നടപടിയാണ് നിങ്ങൾ വിമർശിക്കുന്നത്. അല്ല, സ്കൂളിലെ കുട്ടികൾ അവിടെ വന്ന് അവർ പാടുന്നതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അവർ RSS ആണെന്ന് വിചാരിക്കുക, RSSകാരുടെ മക്കളാണെന്ന് വിചാരിക്കുക, അവരെവിടെയും വെച്ച് പാടുന്നു എന്നുള്ളതിനെ നമുക്ക് എതിർക്കാനുള്ള നിയമം ഇവിടെയില്ല. പക്ഷെ അത് ഒരു പരസ്യമാക്കാൻ വേണ്ടി, പ്രചരിപ്പിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചത് തെറ്റാണ്. അല്ലാതെ അവരുടെ ഗണഗീതം പാടുന്ന RSS ശാഖയെ നിരോധിക്കാനുള്ള സംവിധാനം ഇവിടെ നിരോധിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. നിരോധിക്കാനുള്ള നിയമം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെയും എതിർക്കും. ഇപ്പൊ അവർക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് അവർ പാടിക്കോട്ടെ. പക്ഷെ എങ്ങനെ സ്കൂളിലെ കുട്ടികൾ ഈ RSS ഗണഗീതം പാടി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. എങ്ങനെ വിദ്യാലയത്തിൽ ഇത് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിക്കൊണ്ട്, RSSന്റെ സ്കൂളല്ലല്ലോ, നമ്മുടെ സിലബസ് ഉപയോഗിക്കുന്ന, നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന, അവിടെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ്. RSSന്റെ ഇത് പഠിപ്പിക്കാനുള്ള സ്ഥലമല്ലല്ലോ സ്കൂൾ, പൊതുവിദ്യാഭ്യാസം. RSS അവരുടെ നിലയ്ക്ക് ഏതെങ്കിലും സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ പാടാനും പാടില്ല, പഠിപ്പിക്കാനും പാടില്ല. അതാണ് കോൺഗ്രസ് നിലപാട്. ശരി, VPP മുസ്തഫ, ഇന്ന് ഈ വിഷയത്തെ വിമർശിച്ചുകൊണ്ട് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി രംഗത്ത് വന്നു. ജോൺ ബ്രിട്ടാസ് MP ഇതേക്കുറിച്ച് ട്വിറ്ററിൽ ഒരു ചെറിയ കുറിപ്പ് എഴുതി. അതായത് ജനപ്രതിനിധികളെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ ആരാധകരെ
പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങായിപ്പോയി എന്നൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. അതിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൊടുക്കുന്ന മറുപടി, ഭാരതമാതാവിന് ആദരവർപ്പിക്കുന്നത് കേരളത്തിൽ ഒരു ക്രൈമാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല. അതിനുശേഷം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ദ ഇഷ്യൂ ലൈസ് വിത്ത് യുവർ റിലീജിയൻ റാദർ ദാൻ കമ്മ്യൂണിസം. ജോൺ ബിട്ടാസ് എം പിയെ കുറിച്ചാണ്. അതായത് ജോൺ ബിട്ടാസ് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പ്രശ്നം എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ദേശഭക്തി ഗാനം മാത്രമാണെന്ന് ഇവിടെ അനിൽ വിളയിൽ പറയുന്നു. RSS അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ദേശഭക്തി അല്ലാതാകുമോ? അതിനെന്ത് വിമർശിക്കണം, എന്തിനു വിമർശിക്കണം എന്നാണ് അനിൽ വിളയിൽ ചോദിക്കുന്നത്. അജിംസെ, ഇത് RSS നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിതിനെ നിഷ്കളങ്കമായി കാണാൻ വേണ്ടി കഴിയാത്തത്. ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് നടത്തുന്നതെങ്കിൽ ഇങ്ങനെയേറെ ഇത് ചർച്ച ചെയ്യപ്പെടുകയോ വിവാദമാവുകയോ ചെയ്യില്ല. ഇവിടെ അനിൽ സൂചിപ്പിച്ചതുപോലെ എത്രയോ ഗാനങ്ങൾ ആളുകൾ പാടുന്നില്ലേ? അജിംസ് അതിന്റെ ഇടയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ മാപ്പിളപ്പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോ അനിലിനൊക്കെ ചെറിയ ചൊറിച്ചിലുണ്ടാകും. അതുപോലുള്ള പാട്ടുകൾ ഇവിടെ എത്രയോ ദശാബ്ദങ്ങൾ ശതകങ്ങളായിട്ട് നിലനിൽക്കുന്നില്ലേ? രാമായണം തന്നെ മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിലുണ്ട്. അനിൽ വിളയലിന് അറിയോന്നറിയില്ല. ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ വടക്കേ മലബാറിൽ രാമായണം അത് മാപ്പിളപ്പാട്ട്, അത് പുസ്തകമായിട്ട് അച്ചടിച്ചു വന്നിട്ടുണ്ട്. അത് മലയാളത്തിലെ ഗവേഷകർ അത് കണ്ടെടുത്തിട്ടുണ്ട്. അതിനെയൊന്നും ആരും വിമർശിച്ചിട്ടില്ല അനിൽ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിന്റെ മതനിരപേക്ഷ സംസ്കാരം, നമ്മുടെ നാട്ടിന്റെ ബഹുസ്വരത ഒക്കെ പോകുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഈ കുട്ടികൾ പോലും നിഷ്കളങ്കരല്ലേ? ആ കുട്ടികളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയല്ലേ? നിങ്ങൾ RSS അതിന്റെ 100 കണക്കിന് സംഘടനാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ ഭാരത് വിദ്യാ നികേതൻ ഉണ്ടാക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് സരസ്വതി വിദ്യാലയങ്ങൾ, അതുപോലുള്ള പേരുകളിലുള്ള വിദ്യാലയങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ ഇത് RSSന്റെ ഗീതമാണ്, ഞങ്ങൾ ഇത് ശാഖകളിൽ ഉപയോഗിക്കുന്നതാണ് എന്ന വസ്തുതയെല്ലാം മറച്ചുവെച്ച് ഈ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഇത്തരം പാട്ടുകൾ പഠിപ്പിക്കുകയാണ്, അവിടെ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ അതിന് ദേശഭക്തി ഗാനം എന്ന മറവെടുക്കുകയാണ്. ഇതാണ് ഇതിനകത്തെ പ്രശ്നം. നിങ്ങൾ എന്തുകൊണ്ട് സമാനമായിട്ടുള്ള മറ്റ് ദേശഭക്തി ഗാനങ്ങൾ ഉപയോഗിക്കുന്നത്? നിങ്ങളിപ്പോ ഈ വലിയ മതനിരപേക്ഷതയും ദേശഭക്തിയും ദേശീയതരവും ഒക്കെയാണ് ഈ ഗണഗീതത്തിലൂടെ പറയുന്നതെങ്കിൽ ഞാൻ അനിലിനെ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഈശ്വർ അല്ലാഹ് തേരേ നാം സബ്കോ സമ്മതി ജയ ഭഗവാൻ, ഗാന്ധിജിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഈ പ്രാർത്ഥനാ ഗാനം നിങ്ങളുടെ സരസ്വതി വിദ്യാലയങ്ങളിൽ രാവിലെ അസംബ്ലി തുടങ്ങുമ്പോൾ പ്രാർത്ഥനാ ഗാനം ഗീതമായിട്ട് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങൾ തീരുമാനിക്കുമോ അങ്ങനെ? അതിനപ്പുറത്ത് മതനിരപേക്ഷതയുടെ ഉള്ളടക്കമുള്ള എന്ത് പ്രാർത്ഥനാ ഗീതം ഈ ഇന്ത്യ രാജ്യത്തുണ്ട്? ഈശ്വരൻ എന്നുള്ളതും അള്ളാഹു എന്നുള്ളതും എല്ലാം ദൈവമേ നിന്റെ പേരാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈശ്വരൻ ദൈവമേ നീ അനുഗ്രഹം നൽകൂ. അങ്ങനെ നിങ്ങൾക്കൊരു മനോഭാവം ഉണ്ടോ? നിങ്ങളിപ്പോ ചെയ്യുന്നത് എന്താ? RSSന്റെ ശതാബ്ദി വർഷമാണിത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ നേരത്തെയുള്ള അജണ്ട 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ 4/3 ഭൂരിപക്ഷം കിട്ടണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്തവണ 400+ എന്ന പ്രചരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അടിച്ചുവിട്ടത്. പക്ഷെ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ ഇന്ത്യൻ പൗരൻ, നിങ്ങൾക്ക് നേരത്തെ കിട്ടിയതിനേക്കാൾ നിങ്ങളുടെ വോട്ടും കുറച്ചു, സീറ്റും കുറച്ചു. അതുകൊണ്ട് ഈ ശതാബ്ദി വർഷത്തിൽ RSS ആഗ്രഹിച്ചതുപോലെ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രം, ഹിന്ദു രാഷ്ട്രമല്ല കേട്ടോ, ഹിന്ദു രാഷ്ട്രം വേറെയാണ്, RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രം വേറെയാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താ? കേന്ദ്ര ഭരണത്തിന്റെ അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്ന ഹുങ്ക് കാണിക്കുകയല്ലേ? ഇത് അജിംസെ ഈ സ്കൂളിലെ മാത്രം പ്രശ്നമാണോ? എന്താ നമ്മുടെ രാജ്ഭവനില് ഈ ഗവർണർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെയും RSSന്റെ നോമിനികളായ ഗവർണർമാർ വന്നില്ലേ? അവരൊന്നും വന്ന് ഭാരതാംബയെ കുറിച്ച് അന്നത്തെ ക്ലിയർ ആണ്. അതായത് ആ കുട്ടികൾ RSSന് കീഴിലുള്ള സ്കൂളിലെ കുട്ടികളാണ്. സ്വാഭാവികമായി അവരുടെ ഗണഗീതം പഠിപ്പിക്കുന്നുണ്ടാകാം. കുട്ടികളൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അത് പാടി, ഓക്കെ, അത്രയും ശരി. അത് റെയിൽവേ പ്രൊപ്പഗേറ്റ് ചെയ്തതാണോ നിങ്ങളുടെ പ്രശ്നം? റെയിൽവേ ആ വീഡിയോ പ്രചരിപ്പിച്ചതാണോ പ്രശ്നം? പിന്നെ എന്തിനാണ് മന്ത്രി V ശിവൻകുട്ടി ഈ സ്കൂളിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്? അത് അജിംസെ, ഇത് റെയിൽവേ പ്രൊപ്പഗേറ്റ് ചെയ്തത് മാത്രമല്ലല്ലോ പ്രശ്നം. ഞാൻ അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഇതൊരു ആസൂത്രിതമായ പദ്ധതിയാണെന്നേ. RSSന്റെ ചിഹ്നങ്ങൾ, RSSന്റെ നിലപാടുകൾ, RSSന്റെ പ്രത്യയശാസ്ത്രം, അത് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രത്യയശാസ്ത്രവും ഔദ്യോഗിക ചിഹ്നങ്ങളുമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിത നീക്കമാണ്. അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റി തീർക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ RSSന്റെ എല്ലാ ചിഹ്നങ്ങളെയും അധികാരം വിളിച്ചു. അതുകൊണ്ടാണ്
ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ എത്ര രൂപങ്ങൾ രാജ്യത്തുണ്ട്? നമ്മുടെ രാജ്യത്തെ മനുഷ്യർ മുസ്തഫ, എന്റെ ചോദ്യം കുറെ സ്പെസിഫിക് ആണ്. ആ പ്രശ്നമുണ്ട്, ആ പ്രശ്നം നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തതാണ്. പക്ഷെ ഈ വിഷയത്തിൽ മുസ്തഫ, ഈ വിഷയത്തിൽ സ്കൂളിനെതിരെ എന്തിനാണ് മന്ത്രി തിരിയുന്നത്? അത് സ്കൂൾ എന്തോ പഠിപ്പിച്ച് അവരെ കൊണ്ട് പാടിച്ചു, അത് ഒരു കുറ്റകാരമാണോ? ഈ വിദ്യാഭ്യാസ മാനുവലിൽ, എഡ്യൂക്കേഷൻ മാനുവലിലോ എന്തെങ്കിലും, സ്കൂൾ മാനുവലിൽ എന്തെങ്കിലും അങ്ങനെ പ്രശ്നമുണ്ടോ? അതായത് തീർച്ചയായിട്ടും ആണല്ലോ. അതുകൊണ്ടല്ലേ അന്വേഷണം നടത്തേണ്ടി വരും. നിങ്ങൾ നോക്കൂ, ആ പ്രിൻസിപ്പാളിന്റെ പ്രസ്താവന എന്താ? ഇത് ദേശഭക്തി ഗാനം എന്നാണ്. ഇത് ദേശഭക്തി ഗാനമാണ് എന്ന് അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ ഏതെങ്കിലും ദേശീയ പ്രസ്ഥാനത്തിന്റെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏതെങ്കിലും സമയത്ത് എത്രയേറെ ദേശഭക്തി ഗാനങ്ങൾ ഉണ്ടെന്ന്. ഉറുദുവിലുണ്ട്, തമിഴിലുണ്ട്, മലയാളത്തിലുണ്ട്, ഇന്ത്യയിലെ വിവിധ ഭാഷകളിലില്ലേ? അതിന് ഏതെങ്കിലും ഒന്ന് ആലപിക്കുന്നതിന് പകരം എന്തുകൊണ്ട് RSS ശാഖകളിലെ ഗണഗീതം തന്നെ ആ സ്കൂളിൽ വന്നു? അവിടെയാണ് നമ്മൾ ഈ പറയുന്നത്. സ്കൂൾ മാനേജ്മെന്റ്, അതിന്റെ സ്ഥാപകരായിട്ടുള്ള RSSന്റെ ആളുകൾ ഈ മറ്റു വസ്തുതകളെല്ലാം മറച്ചു വെച്ച് ഇതിനെ പഠിപ്പിക്കുന്നു. എന്നിട്ട് പൊതുവേദികളിൽ അത് കൊണ്ടുപോയി അവതരിപ്പിച്ച് റെയിൽവേ പോലെയുള്ള പൊതു സംവിധാനങ്ങളെ കൊണ്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിച്ച് RSSന്റെ ഗണഗീതത്തിന് ദേശീയ ഭക്തിഗാനത്തിന്റെ ഒരു പരിവേഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അവിടെ ഈ സ്കൂൾ മാനേജ്മെന്റ് കാണിച്ച നിലപാട് പരിശോധിക്കപ്പെടണ്ടേ? ഓക്കെ സപ്പോസ് നോക്കൂ, വി പി നോക്കൂ, ഒരു CPM അനുകൂലികളായ ഒരു മാനേജ്മെന്റ് അവരുടെ വിദ്യാർത്ഥികളെ അവർ ബലികൂടീരങ്ങളെ പഠിപ്പിക്കുന്നു. ഒരു പൊതു ഫംഗ്ഷനിൽ അവർ ബലികൂടീരങ്ങളെ പാടി, ഏതെങ്കിലും സർക്കാർ സ്ഥാപനം അത് ആ വീഡിയോ ഷെയർ ചെയ്തു. ഇങ്ങനെയും സംഭവിക്കാമല്ലോ. ഇതിലെ നിയമപരമായ പ്രശ്നം എന്താണ്? അതാണ് അജിംസേ, ഇതൊക്കെ നിയമപരമായ പ്രശ്നം ഇത് തന്നെയല്ലേ? അടിസ്ഥാന നിയമം ഏതാ നമ്മുടേത്? ഭരണഘടനയല്ലേ? ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൗലികമായ കാഴ്ചപ്പാട് എന്താ? മതനിരപേക്ഷതയല്ലേ? ആ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായി, ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടല്ലേ ഇവിടെ ഈ സരസ്വതി വിദ്യാലയം ചെയ്തിരിക്കുന്നത്? നമ്മൾ ഈ ഭരണഘടനാ മൂല്യങ്ങളെയും ഇതിനെയും മാനിക്കുന്നത് കൊണ്ടല്ലേ ഇപ്പൊ പിണറായി വിജയൻ ജന്മം തൊട്ടേ കമ്മ്യൂണിസ്റ്റ് ആണ്. ഈ പാട്ടിലെ വരികൾ ഏതെങ്കിലും ഭരണഘടനാ മൂല്യത്തെയോ അല്ലെങ്കിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സെക്യുലറിസത്തെയോ അപകടപ്പെടുത്തുന്നുണ്ടോ? RSS ഉപയോഗിക്കുന്ന ഒരു ഗാനം, അതിലെ വരികളുടെ അർത്ഥം മാത്രമല്ലല്ലോ തേടിപ്പോകേണ്ടത്. നിങ്ങളത് RSSന്റെ ശാഖയിൽ അവര് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത് RSSന്റെ ഒരു സിംബൽ അല്ലേ? നിങ്ങൾ വെറുതെ അതിലെ വരികളുടെ അർത്ഥം മാത്രം നോക്കിയിട്ട് പോയാൽ മതിയോ? RSSന്റെ ആ സിംബലിനെ പൊതുബോധമാക്കി മാറ്റാനല്ലേ ശ്രമം? അത് ദേശഭക്തി ഗാനം. RSSന് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ എന്ത് പങ്കാണുള്ളത്? ഒരു കൊതുക് അടിച്ച ചോരയെങ്കിലും നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ RSSനുണ്ടോ? അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ പാട്ടിനെ എടുത്തിട്ട് ഇത് സ്വാതന്ത്ര്യ സമര കാലത്തെ ഉണ്ടായതാണ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള ഒരു വ്യാജ പ്രതീതി സൃഷ്ടിക്കാനല്ലേ ശ്രമിക്കുന്നത്? അത് വെറുതെ അതിനെ വരിയെടുത്ത് നോക്കിയിട്ട് മുസ്തഫ പറയുന്ന കാര്യത്തിന് ഞാൻ മുഖവിലക്കെടുക്കുകയാണ്. അതിനൊരു ലോജിക്കുണ്ട്. എന്റെ പ്രശ്നം, മന്ത്രി വി ശിവൻകുട്ടി ഈ സ്കൂളിനെതിരെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? അദ്ദേഹം ഇതിനു മുമ്പും വേറൊരു സ്കൂളിനെതിരെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പാലക്കാട് ബോംബ് പൊട്ടിയപ്പോൾ ആ സ്കൂളിൽ ഞാൻ ഉടനെ പൂട്ടിക്കും, DDയുടെ റിപ്പോർട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടായില്ല. ഇതും പറയുന്നത് ഞാൻ സ്കൂളിനെതിരെ അന്വേഷണം. ഈ സ്കൂൾ ഇതിലെങ്ങനെയാണ് കക്ഷിയാവുന്നതാണ് എൻ്റെ പ്രശ്നം നിയമപരമായി. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്കൂള് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സർക്കാരിന്റെ NOC വാങ്ങിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അവർ ശരിയാണ്, കേരളത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും CBSE സിലബസ് ആണ് അവർ തുടരുന്നത്. പക്ഷേ CBSE സിലബസ് സ്വീകരിച്ച ആ സ്കൂള് ആരംഭിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ NOC ഉണ്ട്. അപ്പൊ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് ആ വിദ്യാലയം. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് വിദ്യാർത്ഥികളെ പരിചരിക്കേണ്ടത്? അവരിലേക്ക് സന്നിവേശിപ്പിക്കേണ്ട രാഷ്ട്രീയ ബോധവും മതനിരപേക്ഷതയുടെ ബോധവും ഭരണഘടനാ മൂല്യങ്ങളും എങ്ങനെയൊക്കെയാണ്? ഇക്കാര്യത്തിൽ ഒരു വ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ആ പൊതുവിദ്യാഭ്യാസ നയങ്ങളുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടാണല്ലോ RSSന്റെ ശാഖയിലെ ഒരു ഗാനം എടുത്തിട്ട് അത് ദേശഭക്തി ഗാനമെന്ന് പ്രിൻസിപ്പാള് തന്നെ അവകാശപ്പെടുന്ന നിലയിൽ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് തെറ്റല്ലേ? അതാ നിഷ്കളങ്കരായ കുട്ടികളെ വ്യാജമായിട്ട് പഠിപ്പിക്കലല്ലേ? അങ്ങനെ ഒരു വ്യാജ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി പാടില്ലല്ലോ വളർന്നു വരുന്ന ഒരു തലമുറയിൽ.
ഓക്കെ, എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി എന്ത് ചെയ്യും എന്നൊക്കെ നോക്കിയിരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കിട്ടിയാൽ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും അതൊക്കെ നോക്കാം. ശരി അനിൽ വിളയിൽ, ഞാൻ മുമ്പ് ഉദ്ധരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ട്വീറ്റും അനിൽ വിളയിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഞങ്ങളുടെ ദേശീയതയല്ല നിങ്ങളുടെ ദേശീയത എന്ന വാദവും ഏറെക്കുറെ ശരിയാണ്. അത് ആ കാര്യത്തിൽ സത്യസന്ധനാണ് എസ് ജയശങ്കർ. അദ്ദേഹം RS കാരനൊന്നുമല്ല, പക്ഷേ ബി ജെ പിക്കാരനാണ്. പക്ഷേ ഈ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, ഈ വിഷയം, അതായത് ഭാരതാംബയെ അഡ്മയർ ചെയ്യുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു പാട്ട് കേരളത്തിൽ കുറ്റകൃത്യമാകുന്നു എന്നുള്ളത് അത് ജോൺ ബ്രിട്ടാസ് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ല, അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണെന്നാണ്. അതായത് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ദേശീയത എന്താണ്, ദേശഭക്തി എന്താണ് എന്ന് വളരെ വ്യക്തമായി വിളിച്ചു പറയണം എസ് ജയശങ്കർ. ആ ദേശഭക്തി മറ്റാർക്കും അംഗീകരിക്കാൻ കഴിയാത്ത, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ക്രിസ്ത്യാനിയുമായ ജോൺ ബ്രിട്ടാസിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് എസ് ജയശങ്കർ വിളിച്ചു പറയുകയാണ്. ഇതാണ് പ്രശ്നം. നിങ്ങളുടെ ദേശഭക്തി മറ്റാരും ബൈ ചെയ്യണമെന്നില്ല. അനിൽ വിളയിൽ, ശ്രീ VPP മുസ്തഫ പറഞ്ഞത് കേട്ടാല് ഈ വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഭാരതത്തിന്റെ ദേശീയതയ്ക്കും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനും കൊടുത്തിട്ടുള്ള 2 കാര്യങ്ങളെങ്കിലും താങ്കളൊന്ന് സൂചിപ്പിച്ചു. ആഗസ്റ്റ് 15-നെ ആപത്ത് 15 എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതിന്റെ പറയുന്ന CPM എന്നാണ്. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് രക്തം കൊടുത്തതിന്റെ പേരിൽ അച്യുതാനന്ദനെതിരെ നടപടിയെടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് അനിൽ വിളയിൽ. അല്ലല്ല, ഞാനിത് പറഞ്ഞോട്ടെ. ദേശീയ പതാക പാർട്ടി ഓഫീസുകളിൽ അടുത്ത കാലത്താണ് ഉയർത്താൻ. സ്വാതന്ത്ര്യ സമരത്തിൽ RSSന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺട്രിബ്യൂഷൻ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി വളരെയധികം കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എടുത്തു പറയാൻ കഴിയും, RSS കഴിയില്ല. പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാൻ ബാധ്യസ്ഥനാകുന്നത്. ശ്രീ VPP മുസ്തഫ വിചാരിക്കുന്ന സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. അദ്ദേഹത്തിന്റെ കൂടെ നേതാവായിരുന്നല്ലോ, അല്ലെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ശ്രീ ONV കുറുപ്പ് സമാന സ്വഭാവമുള്ള ഒരു ദേശഭക്തി ഗാനം എഴുതിയിട്ടുണ്ട്. RSS ഗണഗീതം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഗണം എന്ന് പറഞ്ഞാല് കൂട്ടായിട്ടുള്ളത്, ഗീതം എന്ന് പറഞ്ഞാൽ പാട്ട് എന്ന് വെച്ചാല് എല്ലാവരോടും പാടുന്ന ഒരു സമൂഹ ഗാനം എന്നുള്ളതിന് ഉപരിയായിട്ട് ഇതിന് യാതൊരു കാര്യവുമില്ല. ഭാരതത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഒരൊറ്റ മക്കളായി പ്രവർത്തിക്കണമെന്നുള്ള അർത്ഥമുള്ള ഒറ്റ വരി മാത്രമേ അതിനകത്തുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ആ അർത്ഥത്തിനകത്ത് ഒതുങ്ങുന്നുണ്ട്. അനിൽ വിളയുമായുള്ള കണക്ഷൻ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് ശരിയാക്കുമായിരിക്കും. ശ്രീ നിജേഷ് അരവിന്ദ്, അപ്പോൾ ഈ പാട്ടിൻ്റെ വരികളോ ആശയങ്ങളോ അല്ല നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു. നുസൂറിനും പറയുന്നു ആ വരികൾക്കൊന്നും കുഴപ്പമില്ല, അതൊരു പൊതുമേഖലാ സ്ഥാപനം എടുത്ത് ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അത് മാത്രമാണോ പ്രശ്നം? ഈ വരികളിൽ നിങ്ങൾക്കൊരു പ്രശ്നവും കാണുന്നില്ലേ നിജേഷ് അരവിന്ദ്? അജിംസെ, ഈ വരികളെ കൂലങ്കുഷമായി ഗണിച്ചുകൊണ്ട് ഇത് ഇന്നതാണ് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ RSSന്റെ ഗണഗീതമാണ്, RSS ഉപയോഗിക്കുന്ന ഗണഗീതമാണ്, അത് ബ്രാൻഡഡ് ആണ്, അതിനി എത്ര നല്ല അർത്ഥം വന്നാലും ശരി അത് RSSന്റേതാണ്, അത് ബ്രാൻഡഡ് ആണ്. ഇനി അതിനെ നേരത്തെ നമ്മുടെ മന്ത്രി കുര്യൻ ഇതിന്റെ ഓരോ പാർട്ടായിട്ട് എടുത്ത് അതിന്റെ ശരി പറയുന്നു. നമ്മൾക്കൊക്കെ ഓരോ കാര്യത്തെയും നിർവചിക്കാൻ പറ്റും, വ്യത്യസ്തമായ നിർവചനങ്ങൾ തരാൻ പറ്റും. അതുകൊണ്ട് ആ ഗീതത്തിന്റെ നിർവചനമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് RSSന്റെ ഐക്കണാണ്, RSSന്റെ ബ്രാൻഡാണ്. ഇനി ശ്രീ VPP മുസ്തഫയുടെ ഒരു കാര്യം ഇതായിരുന്നു. ശ്രീ VPP മുസ്തഫ ഒരാഴ്ച മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിക്കകത്ത് ഓടിപ്പോയി തിരക്കിട്ട് ഒപ്പുവെച്ചപ്പോൾ കേരളീയ സമൂഹം, പ്രത്യേകിച്ച് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം ഏറ്റവും കൂടുതൽ പേടിച്ചത് ഇതായിരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസത്തിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങുന്ന RSS സംഘിവൽക്കരണത്തിന് പിണറായി വിജയൻ സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥ. ഒപ്പിട്ട് തിരിഞ്ഞു വരുമ്പോഴേക്കും 10 കോടി SSKയുടേത് കിട്ടിയപ്പോൾ നമുക്ക് പണം വേണ്ടേ എന്ന് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ചിന്തയിലേക്കാണ് നമ്മളിത് പറയേണ്ടത്. നമ്മൾ പറയാതെ തന്നെ നേരത്തെ നിങ്ങൾ ഉപയോഗിച്ച വാക്ക് കടമെടുത്തു പറഞ്ഞാൽ നിഷ്കളങ്കരായ വിദ്യാർത്ഥികളുടെ മനസ്സിനകത്തേക്ക് RSS വൽക്കരണം നടത്താൻ ആവശ്യമായ പണി അവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായതെന്ന് ഭാഗ്യവശാലോ ഒരു പക്ഷേ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം എന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇന്നലകളിലെ കമ്മ്യൂണിസ്റ്റുകാർ അതിർത്തി വെച്ച് കൊട്ടിയടച്ച സാധനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തിരുത്തിയാലും ഇല്ലെങ്കിലും. എനിക്ക് അനിൽ വിളയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വിരൽ നമ്മൾ ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മൾക്ക് ഇടയിലേക്ക് 1925 RSS ഉണ്ടായത് മുതൽ 1947 ഓഗസ്റ്റ് 15 വരെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ഇതുവരെ വിശദമാക്കപ്പെട്ടിട്ടില്ല. 42-ലെ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ 2 ലക്ഷം ഹിന്ദു ഭടന്മാരെ സൃഷ്ടിച്ച് 2ാം ലോക
മഹായുദ്ധത്തിൽ പങ്കെടുത്ത് യുദ്ധം പഠിച്ച് തിരിച്ചു വന്ന് നമ്മൾക്ക് ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കാമെന്ന് പറഞ്ഞ സവർക്കറിന്റെ വിഖ്യാതമായ വാക്കുകൾ അവിടെയുണ്ട്. പിന്നെ നമ്മൾക്കൊക്കെ ദേശീയത എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീലിങ്സ്, ഇപ്പൊ ദേശീയ ഗാനം വരുമ്പോൾ നമുക്ക് ഫീലിങ്സ് വരും. അതുപോലെ തന്നെ ദേശീയ പതാക ത്രിവർണം കാണുമ്പോൾ നമുക്ക് ഫീലിങ്സ് വരും. മിസ്റ്റർ വിളയിൽ 1947 ഓഗസ്റ്റ് 15 നെഹ്റു പതാക ഉയർത്തിയപ്പോ ഈ നാട്ടിലെ പട്ടിണിക്കോലങ്ങളായ ആളുകൾ 3 നിറമുള്ള കടലാസെങ്കിലും ഉയർത്തി ഗ്രാമാന്തരങ്ങളിൽ ഉയർത്തി ഇന്ത്യൻ ദേശീയതയോട് താതാത്മ്യം പ്രാപിച്ചപ്പോൾ, അഭിമാനത്തിൽ നെഞ്ചേറ്റിയപ്പോൾ, ആകാശത്തേക്ക് മുട്ടി ചുരുട്ടി വിളിച്ച സമയത്ത് മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്ത് ഒരു വയലിൽ കുറെ ആളുകൾ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഗോൾവാൾക്കർ ഉൾപ്പെടെ, സവർക്കർ ഉൾപ്പെടെ, ഉള്ള നമ്മുടെ മദൻലാൽ ഉൾപ്പെടെ, ഗോഡ്സെ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കാവി പതാക ഉയർത്തിയിരുന്നു. അതായിരുന്നു നിങ്ങളുടെ ദേശീയത. ആ ദേശീയതയുടെ വ്യത്യാസമാണ് നിങ്ങളും ഞങ്ങളും. നിങ്ങളെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ല, ഇന്ത്യയിലെ പൗരനും RSSകാരനും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ഉയർത്തിയ 47 ഓഗസ്റ്റ് 15 ഉയർത്തിയ, നിങ്ങൾ പറഞ്ഞ വാക്ക് കടമെടുത്താൽ വാജ്പേയി ഭരിക്കുന്ന കാലം വരെ നിങ്ങളുടെ ഒരു നേതാവ് പോലും ഉയർത്താത്ത, ഇന്നും ഓഗസ്റ്റ് 15 BJPയുടെ RSSന്റെ ഓഫീസിൽ ഉയർത്താത്ത, നാഗ്പൂരിലെ കേന്ദ്രത്തിൽ ഇന്നേ വരെ ഉയർത്താത്ത ദേശീയ പതാകയുണ്ട്. ആ കണക്ക് നിങ്ങൾ ഓർമ്മിപ്പിച്ചത് നല്ലതാണ്. നിങ്ങൾ ദേശീയതയുടെ കണക്ക് ഇന്ത്യയിലെ സാധാരണക്കാരനെ പഠിപ്പിക്കാൻ വന്നാൽ ആളുകൾ തിരിഞ്ഞു നിന്ന് പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങൾ ഇതിനെ ഒളിച്ചു കടത്തി കൊണ്ടുവന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇന്ത്യയിൽ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ശരി, ശ്രീ VPP മുസ്തഫ, RSSനെതിരായ സൈദ്ധാന്തിക നിലപാട് CPM എന്തായാലും ഉണ്ട്. അവർ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഈ സർക്കാരും പാർട്ടിയുമെല്ലാം എന്താണ് ചെയ്യുന്നതെന്നൊരു ചോദ്യം വരും. ഉദാഹരണത്തിന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പാലക്കാട്ട് RSSന് കീഴിലുള്ള ഒരു സ്കൂളിൽ ബോംബ് പൊട്ടി. DDയുടെ റിപ്പോർട്ടും കിട്ടട്ടെ, ഞാനിപ്പോൾ തന്നെ പൂട്ടിക്കുമെന്നാണ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്. ഒന്നും ഉണ്ടായില്ല. അതിൽ അറസ്റ്റ് ചെയ്ത ആരൊക്കെയോ ഒന്നോ രണ്ടോ പേരെ അറസ്റ്റ് ചെയ്യേണ്ട, കേസിൻ്റെ ഗതി പോലും അറിയില്ല. ആ സ്കൂൾ ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ മന്ത്രി റെയിൽവേക്കെതിരെയല്ല പറയുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോ പങ്കുവച്ച കേന്ദ്ര സർക്കാരിനെയോ റെയിൽവേ മന്ത്രാലയത്തെ എല്ലാം വിമർശിക്കുന്നത് ആ സ്കൂളിനെതിരെയാണ്. ഓക്കെ, ആ സ്കൂൾ ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്തൊന്നും തന്നെ കരുതുക. അപ്പോൾ VP മുസ്തഫ പറയുന്നത് പോലെ കുട്ടികളെ കൊണ്ട് ഇത് പാടിച്ച് RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു പരിപാടി ആ സ്കൂൾ ചെയ്തു. ഓക്കെ, NOC കൊടുക്കുന്ന സ്കൂളാണ്. ഈ മന്ത്രി എന്ത് ചെയ്യാൻ പോവുകയാണ്? എന്ത് റിപ്പോർട്ടാണ് അദ്ദേഹം തേടിയിരിക്കുന്നത്? പാലക്കാട്ട് നടന്നു തന്നെ ഇവിടെ ആവർത്തിക്കില്ലേ? ഇതിൽ കാണേണ്ട കാര്യം എന്താ? ആദ്യം ഹിന്ദു ഐക്യവേദിയുടെ പ്രസിദ്ധിയും അതുപോലെ ശ്രീ നിജേഷും ഇവിടെ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള 2 പരാമർശം ഞാൻ നടത്തിയേക്കാം. ഒന്ന്, ആഗസ്റ്റ് 15 ഞങ്ങൾ ആപത്ത് 15 എന്ന് പറഞ്ഞു. ഞങ്ങൾ ദേശീയ പതാക ഉപയോഗിക്കാറില്ല. നിങ്ങൾ കാണേണ്ടത് ആഗസ്റ്റ് 15 ഇപ്പൊ ഇവിടെ നിജീഷ് ആദ്യത്തെ 1ാം സ്വാതന്ത്ര്യ ദിനത്തിന് പണ്ഡിറ്റ് നെഹ്റു ദേശീയ പതാക ഉയർത്തിയ കാര്യം പറഞ്ഞു. അന്ന് കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഉണ്ടെന്നേ. അത് സാക്ഷാൽ AK ഗോപാലൻ നമ്പ്യാർ എന്ന AKG ആണ്. നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും എല്ലാം വിളികേട്ട് കോൺഗ്രസിലെത്തുകയും അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ, പ്രതാപികളായിട്ട് അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തുകയും ചെയ്ത സാക്ഷാൽ AKG സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണ് ജയിലിലായത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണ്. ബ്രിട്ടീഷുകാരാണ് ജയിലിൽ അടച്ചത്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല. ബാക്കി എല്ലാവരെയും പുറത്തു വിട്ടു. അന്ന് ആഗസ്റ്റ് 15 പുലരിയിൽ കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ ദേശീയ പതാക ഉയർത്തിയത് കമ്മ്യൂണിസ്റ്റുകാരനായ AKG ആണ്. തുടർന്നുള്ള വർഷങ്ങളിലെല്ലാം നിങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. അന്നത്തെ മാധ്യമങ്ങൾ നോക്കിയാൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലബാർ ജില്ലാ കമ്മിറ്റിയുടെയും തിരുവിതാംകൂർ കമ്മിറ്റിയുടെയും എല്ലാം ആഹ്വാനങ്ങൾ, പാർട്ടി ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്താൻ, മറ്റു പരിപാടികൾ സംഘടിപ്പിക്കാനൊക്കെ നടത്തിയിട്ടുള്ള ഇടപാടുകൾ. അതുകൊണ്ട് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ചില കാര്യങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ എന്തോ വലിയ ആഗസ്റ്റ് 15 ഉപേക്ഷിച്ചവരാണ് എന്ന് പറയുന്നത് ഏറ്റവും അപമാനകരമായ സംഗതിയാണ്. ഇപ്പൊ അത് ഞങ്ങൾ കൂടുതൽ ശക്തമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങളാണ് അനിലെ അതിന് കാരണം. നരേന്ദ്രമോദിയുടെ അധികാരാരോഹണത്തിന് ശേഷം ഫാഷിസ്റ്റ് സ്വഭാവത്തിൽ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയും അതിന്റെ ദേശീയ ചിഹ്നങ്ങളെയും മതനിരപേക്ഷതയെയും ദേശീയ പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങളെയും എല്ലാം അട്ടിമറിച്ച് RSS അജണ്ട നടപ്പിലാക്കുമ്പോൾ കൂടുതൽ വാശിയോടെ, കൂടുതൽ വീറോടെ പഴയ ദേശീയ പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങളെ ഈ നാട്ടിൽ ഉയർത്തിപ്പിടിക്കാൻ, അതിനെ ഊട്ടി ഉറപ്പിക്കാൻ ഞങ്ങൾ ആവത് പരിശ്രമിക്കും. അതുകൊണ്ട് കൂടുതൽ ശക്തമായി ഞങ്ങൾ ആ ദേശീയ പതാകയ്ക്ക് വേണ്ടിയും ദേശീയ ഗാനത്തിന് വേണ്ടിയും ദേശീയതയുടെ മൂല്യങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളും. അതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നിജേഷ് പറയുന്നത് എന്താ? ഈ RSS അജണ്ടയ്ക്കെല്ലാം വഴിവെച്ചു കൊടുക്കലാണ് PMCയിൽ ഒപ്പിട്ടത്. അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഒപ്പിട്ട് കൊടുത്തത് ഈ RSS അജണ്ടയെ വരവേക്കലാണോ? കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് PMCയിൽ ഒപ്പിട്ട് പണം വാങ്ങിച്ചതിലൂടെ RSS അജണ്ടയാണോ നടപ്പിലാക്കുന്നത്? നിജേഷിന് അറിയാമല്ലോ.
കർണാടകയിൽ ബി ജെ പി സർക്കാർ ഒപ്പിട്ടത്. കർണാടകയിൽ ബി ജെ പി സർക്കാരാണ് ഒപ്പിട്ടത്, രാജസ്ഥാനിൽ കോൺഗ്രസ് സർക്കാരാണ്. ഒറ്റ മിനിറ്റ് ജിംസെ, ഞാൻ ആ ഭാഗം ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. ശരി, പൂർത്തീകരിക്കോ മുസ്തഫ? ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായും RSSന്റെ അജണ്ടകളുടെ ഭാഗമായും ഗാന്ധിവധം പഠിപ്പിക്കേണ്ടതില്ല CBSE സിലബസിൽ, മുഗൾ ഭരണകാലം പഠിപ്പിക്കേണ്ടതില്ല CBSE സിലബസിൽ, അതുപോലെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കേണ്ടതില്ല CBSE സിലബസിൽ തീരുമാനമെടുത്തപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് എന്താ തീരുമാനിച്ചത്? സ്റ്റേറ്റ് സിലബസിന്റെ ഭാഗമായി അത് കൂടുതൽ ശക്തമായിട്ട് പഠിപ്പിക്കാൻ നേരത്തെ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിലുണ്ട്. എന്നാൽ CBSEയുടെ സിലബസിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ ഈ പാഠഭാഗങ്ങളെല്ലാം പ്രത്യേകമായി വിശദമായ പാഠങ്ങളാക്കി കേരളത്തിലെ സ്കൂളുകളിൽ, കോളേജുകളിൽ പഠിപ്പിച്ചില്ലേ? അതല്ലേ നമ്മൾ സ്വീകരിച്ച സമീപനം. അതുകൊണ്ട് PMCയിൽ ഒപ്പിട്ടതോടുകൂടി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് സർക്കാർ സിലബസ് സ്വീകരിച്ചിട്ടുള്ള സ്കൂളുകളിലേക്ക് അത് കടത്തിവിടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട കാര്യമില്ല. ശക്തമായിട്ട് തന്നെയുള്ള നിലപാടാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് PMCയുടെ വ്യവസ്ഥയിൽ തന്നെയുണ്ട്. സിലബസും കരിക്കുലവും തയ്യാറാക്കുന്നതിൽ ആ എഗ്രിമെന്റിലെ സെക്ഷൻ 9 വായിച്ചാൽ അറിയും. സിലബസും കരിക്കുലവും തയ്യാറാക്കുന്നതിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കുള്ള ഓട്ടോണമി അതിൽ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്കതിപ്പോ സ്വീകരിക്കാൻ കഴിഞ്ഞത്. അവർ ഒഴിവാക്കിയത്, കേന്ദ്ര സർക്കാർ CBSEയിൽ ഒഴിവാക്കിയത് കേരളത്തിലെ സിലബസിൽ ഇപ്പൊ തന്നെ നമുക്ക് ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് അതവിടെയുണ്ട്. അജിംസ് ചോദിച്ചതുപോലെ എന്താ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ വേണ്ടി കഴിയുക? അതാണ് ഞാൻ പറഞ്ഞത്. ചില പരിമിതികൾ ഉണ്ടായിരിക്കാം നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട്. യഥാർത്ഥത്തിൽ അതും ആലോചിക്കേണ്ടതാണ് അജിംസെ. ഈ നമ്മൾ 57 ഭരണഘടന 50 ഭരണഘടന ഉണ്ടാക്കിയിട്ട് വന്നപ്പോൾ അന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസം ഇന്നിപ്പോ RSSകാരന് അവന്റെ ഭരണം ഉപയോഗിച്ച് കയ്യിൽ അമ്മാനമാടാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് അവർക്കിപ്പോ അതിന് മേല് ഒരു ഹെജ്മണി കിട്ടുന്ന അവസ്ഥയുണ്ടായത്. പോട്ടെ, ഞാൻ അങ്ങനെ ഇപ്പോ CPM-ഉം കോൺഗ്രസും ഒക്കെ ഈ വിഷയത്തിൽ ആരാണ് കൂടുതൽ കുറ്റവാളി എന്ന തർക്കത്തിലേക്കല്ലല്ലോ പോകേണ്ടത്. പൊതുശത്രു അപ്പുറത്ത് നിൽക്കുകയാണ്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് തന്നെ പോകേണ്ടതാണ്. ഇവിടെ എന്താ വിഷയം? വളരെ ശക്തമായിട്ട് ഇപ്പോ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അജിംസ് വായിച്ചില്ലേ? ശിവൻകുട്ടിയുടെ പ്രസ്താവന ആവർത്തിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ എന്താ പറഞ്ഞത്? അതിൽ റെയിൽവേ അതായിരുന്നു ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ ദേശീയത ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ ഒന്ന്. ഗാന്ധിജി ഏറ്റവും ശക്തമായിട്ട് റെയിൽവേ, അന്നത്തെ ട്രെയിനുകളെയാണ് ഉപയോഗിച്ചത്. അദ്ദേഹത്തിന്റെ ട്രെയിൻ സഞ്ചാരങ്ങളാണ് ഏറ്റവും ശക്തമായിട്ട് വന്നത്. ആ റെയിൽവേ പോലെയുള്ള ഔദ്യോഗിക സംവിധാനത്തെ RSSന്റെ ഈ വംശീയതയും വിദ്വേഷ രാഷ്ട്രീയവും വെറുപ്പിന്റെ രാഷ്ട്രീയവും ഉൽപ്പാദിപ്പിക്കുന്ന RSS ചിഹ്നങ്ങളെ പൊതുവൽക്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ അപകടം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ വളരെ കൃത്യമായിട്ട് റെയിൽവേ ഇതിലെ പ്രധാനപ്പെട്ട കുറ്റവാളിയാണ് റെയിൽവേ കാണിച്ചിട്ടുള്ള. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, വിമർശനം വന്നപ്പോൾ, ഉയർന്ന വിവാദമാകുന്നു എന്ന് കണ്ടപ്പോൾ റെയിൽവേ ആദ്യം നീക്കം ചെയ്തു. പിന്നെ മേലെ നിന്ന് വന്നു. ചിലപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടാകാം. വീണ്ടും അത് റീപോസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നില്ലേ? അപ്പോ റെയിൽവേ ഇതിൽ പ്രധാനപ്പെട്ട ശക്തി തന്നെയാണ്. പക്ഷെ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കാൻ റെയിൽവേയുടെ കാര്യം പറ്റൂലല്ലോ. അപ്പോ ആ കുട്ടികളെ എങ്ങനെയാണ് ഈ പാട്ട് പഠിപ്പിച്ച് അത് ഇങ്ങനെ ഒരു പൊതുവേദിയിൽ അവതരിപ്പിക്കാനൊക്കെ ഉള്ളത്? അത് സ്വാഭാവികമായിട്ട് വന്നൊരു പാട്ടൊന്നുമല്ല. കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ അവരുടെ കരിക്കുലം തീരുമാനിക്കുന്ന സർക്കാരാണോ? CBSE അല്ലേ? ഇനി അവരവിടെ എന്തൊക്കെ പാട്ടുകളാണ് പഠിപ്പിക്കുന്നതെന്ന് കേരള സർക്കാരിന് എങ്ങനെ അറിയാൻ കഴിയും? RSSന് കീഴിലുള്ള ഒരു സ്കൂള് അവർ ഗണഗീതം പഠിപ്പിക്കും, നിങ്ങൾക്ക് എങ്ങനെ തടയാൻ കഴിയും? അതാണ് ചോദ്യം. അല്ല, അതുകൊണ്ടാണല്ലോ എങ്ങനെ പറ്റുമെന്നുള്ളത് അന്വേഷിക്കാനുള്ള റിപ്പോർട്ടർ തരാൻ വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെടുന്നത്. അവിടെയാണ് നമുക്കൊരു ലൂപ്പ് ഹോൾ ഉള്ളത്. ആ ലൂപ്പ് ഹോൾ എന്താ? CBSE ആയാലും ICSE ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും ഏത് സിലബസിലുമുള്ള ഒരു വിദ്യാലയം ആരംഭിക്കുമ്പോൾ NOC കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അപ്പൊ ഈ കാര്യത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ നയത്തിന്റെ കാഴ്ചപ്പാടുകൾക്കും ഭരണഘടനാപരമായ തത്വങ്ങൾക്കും എതിരായിട്ടാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായതെങ്കിൽ ആ NOC പിൻവലിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ വേണ്ടി കഴിയും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ മുൻകാലാനുഭവം ഇല്ല ശ്രീ VP മുസ്തഫ. മുൻകാലാനുഭവങ്ങളെ അങ്ങനെയില്ല. പ്രത്യേകിച്ചും RSS പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു കാര്യം വരുമ്പോൾ ഈ സർക്കാരിന്റെ കാര്യത്തിൽ മുൻകാലാനുഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, RSS മേധാവി പാലക്കാട് കർണഗീമൻ സ്കൂളിൽ വന്ന് പതാക ഉയർത്തി. പതാക ഉയർത്തുന്നത് ഫ്ലാഗ് കോഡിന്റെ ലംഘനമാണോ? അല്ല.
അവിടെ ചെയ്തതെന്താ? അവരിതുപോലെ പതാക ഉയർത്തിയ ശേഷം ദേശീയഗാനം ആലപിക്കുന്നതിന് പകരം അവർ വന്ദേമാതരം ആലപിച്ചു. ഫ്ലാഗ് കോഡ് പ്രകാരം അവിടെ ദേശീയഗാനം ആലപിക്കേണ്ടത്. വൻ സംഭവം ഉണ്ടായി. അവിടെ ജില്ലാ കളക്ടർ റിപ്പോർട്ട് കൊടുത്തു സർക്കാരിന്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. അതിൽ നടപടി വേണം, കേസെടുക്കണമെന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തു ജില്ലാ കളക്ടർ. വിത്തിൻ അവേഴ്സ് ആ ജില്ലാ കളക്ടറുടെ സ്ഥലത്ത് നിന്ന് മാറ്റുക ചെയ്തത്. ഒരു നടപടി ഉണ്ടായില്ല. പാലക്കാട് സ്കൂളിൽ ബോംബ് പൊട്ടി. RSന് കീഴിലുള്ള സ്കൂളാണ്. ബോംബ് വെച്ചത് RSകാരാണെന്ന് ആരോപണം ഉയർന്നു. ബോംബ് പരിശീലനം അവിടെ നടക്കുന്നുണ്ടെന്ന് ആരോപണം ഉയർന്നു. ആയുധ പരിശീലനം നടക്കുന്ന ആരോപണം ഉയർന്നു. റിപ്പോർട്ട് ഇട്ടിട്ടെ നടപടി എടുക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഒരു ചുക്കും ഉണ്ടായില്ല. അത് സെയിം അപഹാസ്യരാവുന്നൊരു അവസ്ഥയിൽ ഈ കാര്യത്തിൽ ഉണ്ടാവുന്നത്. അതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ റെയിൽവേക്കെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു, ഓക്കെ, മനസ്സിലാക്കാം. ഈ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചെയ്യുന്നത് മുമ്പ് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തുടർച്ചയാണെന്നാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, അത് നോക്കാം. എന്താണ് മറ്റു കാര്യങ്ങളുടെ താങ്കൾ ഇപ്പൊ അതിന്റെ സ്റ്റാറ്റസ് ചോദിച്ചാൽ എനിക്കും പറയാൻ കഴിയില്ലോ. പിന്നെ അന്വേഷിച്ചാലേ പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പൊ അതിന്റെ വിവരങ്ങളില്ല. ആ സമയത്ത് നമ്മളത് ചർച്ച ചെയ്ത വിഷയമാണെങ്കിലും ഇപ്പൊ അതിന്റെ സ്റ്റാറ്റസ്. എന്നാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ RSSനെതിരെയുള്ള നിലപാടെടുക്കുന്നതിൽ CPIMനും ഈ ഗവൺമെന്റിനും എന്തോ ചാഞ്ചാട്ടം, അതൊക്കെ പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ശരി പ്രസ്താവനയാണോ? നമുക്കറിയാലോ എന്താ TP സെൻകുമാറിനോട് നിജേഷ് അരവിന്ദന്റെ പാർട്ടി ഭരിക്കുമ്പോൾ TP സെൻകുമാറിന് കൊടുത്തിരുന്ന സർട്ടിഫിക്കറ്റും അന്ന് തന്നെ സഖാവ് പിണറായി വിജയൻ TP സെൻകുമാറിനെ കുറിച്ച് പറഞ്ഞിരുന്ന വാചകവും എന്താണെന്ന് അറിയാലോ. ആ TP സെൻകുമാർ എവിടെ എത്തിയെന്നറിയാലോ. തിരുവനന്തപുരത്തെ MG കോളേജിൽ അവിടെ വിദ്യാർത്ഥികളെ വേട്ടയാടിയ പോലീസ്, അതിനോട് അന്ന് പിന്നെ ഇതേ സെൻകുമാറും അന്നത്തെ UDF ഗവൺമെന്റും എടുത്ത സമീപനം, അന്ന് പോലീസുകാരനെ ആക്രമിച്ച ആ RSSകാരെ പ്രതിസ്ഥാനത്ത് ആ കേസ് പിൻവലിച്ചു കൊടുത്തത് ആരാണ്? ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ്. നിങ്ങൾക്കറിയാലോ, ശശികല എന്ന് പറയുന്ന വിഷകലയുടെ പ്രസംഗങ്ങളുടെ മേൽ കേസുകൾ എടുക്കുന്നതിൽ, നടപടി എടുക്കുന്നതിൽ, പ്രവീൺ തുകാടിയൊക്കെ പരവതാനം ഇരിക്കുന്നതിൽ ഒക്കെ ഉണ്ടായ സമീപനങ്ങൾ, അതിനെതിരെ കേസുകളെടുത്താൽ പലതുമുണ്ട്. അവിടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുകയല്ല. താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ സംഭവം എടുത്തിട്ട് എന്തോ ഇടതുപക്ഷം ഇങ്ങനെ RSSന് വല്ലാതെ മുട്ടുപറക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നല്ലതല്ല. കൃത്യമായിട്ട് സർക്കാർ എടുക്കേണ്ട നടപടികൾ CPIM, നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കോൺഗ്രസ് RSS സംഘർഷം ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും മുസ്ലിം ലീഗ് RSS സംഘർഷം ഉണ്ടായോ? RSSന്റെ നേതാക്കൾ തന്നെ പറയുന്നത് എന്താ? മലപ്പുറത്ത് ഒരു പ്രശ്നമില്ലല്ലോ എന്നാണ്. എവിടെയാ? നിങ്ങളെ കണ്ണൂർ ജില്ലയിലല്ലേ സംഘർഷം ഉണ്ടാക്കിയാണോ RSSനെ നേരിടേണ്ടത്? മറ്റൊരു ചോദ്യമാണ്. RSSനെ നേരിടേണ്ടത് സംഘർഷം ഉണ്ടാക്കിയാണോ, ആശയ സമരത്തിലൂടെയാണോ? മറ്റൊരു ക്വസ്റ്റ്യനാണ്. ശരി, ഗണഗീതമാണ്. ശരി, ഇത് കുരുക്ഷേത്ര പ്രകാശൻ ഇറക്കിയ പുസ്തകത്തിലുള്ളതാണ്, RSSന്റെ വെബ്സൈറ്റിലൊക്കെ ഉള്ളതാണ്. ഓക്കെ, ഇത് ആരെഴുതിയതാണ്? ഇതിനൊരു കർത്താവുണ്ടോ? താങ്കൾ ശ്രീ അജിംസെ അതീവ ക്ഷമിക്കണം, എനിക്കൊരു സാങ്കേതിക പ്രശ്നം കാരണം ഇടയ്ക്കൊന്ന് ലെഫ്റ്റ് ആകേണ്ടി വന്നു. ഈ കുരുക്ഷേത്ര പ്രകാശൻ ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. ഇത്തരത്തിലുള്ള ഗണഗീതങ്ങളുടെ ഒരു സമാഹാരം ഇറക്കി എന്ന് മാത്രമേ ഉള്ളൂ. ആ സമാഹാരമായിട്ടുള്ള ഗ്രന്ഥത്തിൽ പറയുന്നിരിക്കുന്ന ഒരു ഗീതം മാത്രമാണിത്. സമാന സ്വഭാവത്തിൽ എഴുതിയവരുടെ പേരുള്ള ഗണഗീതങ്ങളുണ്ട്. CPMന്റെ പ്രകൃതി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ ബാക്കിയൊന്ന് പൂരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ നേതാവായിരുന്നു, CPI ആയിരിക്കാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളായിരുന്നു ശ്രീ ONV കുറുപ്പ്. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. CPIയുടെ പ്രതിനിധിയായിട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു ഗണഗീതവും RSSന്റെ ശാഖകളിൽ പാടുന്നുണ്ട്. ശ്രീ അജിംസും മനസ്സിലാക്കേണ്ടതുണ്ട്, ബാക്കിയുള്ള രണ്ടുപേരും മനസ്സിലാക്കണം. ഭാരത ഹൃദയ വിഭജിയിലുണരും രാഗമാലിക നാം, നാനാവർണ്ണ മനോഹരമായ ഒരു രാഗമാലിക നാം. ഈ പാട്ടും ഇന്നലെ ട്രെയിനിൽ ആ കുട്ടികൾ പാടിയ പാട്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഇവിടെ CPM പ്രതിനിധി സൂചിപ്പിക്കുകയുണ്ടായി, പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടി രണ്ടു കൂട്ടരോടെ മത്സരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കേരള സാഹചര്യത്തിൽ ഈ മത്സരം നല്ലത് തന്നെയാണ്. ആരാണ് ന്യൂനപക്ഷത്തിന്റെ വോട്ട് കൂടുതൽ നേടേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടുപേരൂടെ ഓടുകയാണ്. ആ ഓട്ട മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ അജിംസ്, ഈ കോൺഗ്രസും CPMഉം ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടി ദേശഭക്തിയെ തള്ളി പറയുന്നു, ദേശീയത തള്ളി പറയുന്നു. അതിനർത്ഥം അതായത് S. ജയശങ്കർ പറയുന്നത് പോലെ ഇവരുടെ മതം ആണ് പ്രശ്നം. ഈ മതമൊന്നും ദേശീയത അംഗീകരിക്കുന്നതല്ല. നിങ്ങളുടെ ദേശീയത ആരും അംഗീകരിക്കുന്നില്ലെന്നേ, അത് നിങ്ങൾ മാത്രം അംഗീകരിക്കുന്ന കാര്യമാണ്. അതിന് മറ്റുള്ളവർ കുറ്റം പറയുന്നില്ല. അങ്ങനെ RSSന് ദേശീയത പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഭാരതത്തിന്റെ ദേശീയതയിൽ അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമേ ഈ രാജ്യത്തുള്ളൂ. അതിന്റെ പേര് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് തന്നെയാണ്. RSSന് ആ ദേശീയതയല്ല ഭരണഘടനയിൽ പറയുന്ന അനിൽവിളയിൽ. ഭരണഘടനയിൽ പറയുന്ന ദേശീയത, നിങ്ങൾ പറയുന്ന ദേശീയതയല്ല. അതാണ് പ്രശ്നം. അതാണ് ഈ തർക്കത്തിന്റെ മൗലിക കാരണം. RSS എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഓർഗനൈസേഷൻ അല്ല എന്ന് താങ്കൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് ഓർഗനൈസേഷൻ ആണ്? നിങ്ങളൊരു ഹിന്ദുത്വ ഓർഗനൈസേഷൻ ആണ്. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ ദേശീയതയെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ മാത്രം അംഗീകരിക്കുന്ന കാര്യമാണ്. അതിന് മറ്റുള്ളവരെ മെക്കിട്ട് കയറിയിട്ട് അവരുടെ മതം പറഞ്ഞിട്ട് ജോൺ ബിട്ടാസ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ശ്രീ അജിംസെ എന്നെ പറയാൻ സമ്മതിക്കണം. Okay. RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഒരു ഹിന്ദുത്വ രാഷ്ട്രബോധമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഒരു ദേശീയ കാഴ്ചപ്പാട് മാത്രമുള്ള ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. അതിന്റെ അടിസ്ഥാന പ്രമാണം തന്നെ ഭാരതത്തിന്റെ ദേശീയതയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ ഇസ്ലാമിക വിശ്വാസികൾക്ക് പ്രവർത്തിക്കാം, ക്രൈസ്തവർക്ക് പ്രവർത്തിക്കാം, സിഖുകാർക്കും പാഴ്സിക്കും ബുദ്ധനും ഒക്കെ തന്നെ പ്രവർത്തിക്കാം. യാതൊരുവിധമായ തടസ്സവുമില്ല. നമ്മുടെ ചർച്ചാ വിഷയം അതൊന്നുമല്ല. VPP മുസ്തഫ പറയുന്ന കേട്ടതൊന്നും നാളെ V ശിവൻകുട്ടി ഏതാണ്ട് കേരളത്തിലെ CBSE വിദ്യാലയങ്ങളുടെ NOC അങ്ങോട്ട് റദ്ദാക്കുമെന്ന ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ V ശിവൻകുട്ടി ഉള്ള നേതാക്കന്മാര് കേന്ദ്രം കണ്ണുരുട്ടിയ താഴെ കിടന്ന് എഴയുന്നവരാണെന്ന് PM ശ്രീ പദ്ധതി തന്നെ നമ്മുടെ മുമ്പിൽ ശക്തമായ തെളിവ് തന്നെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, താങ്കൾ സൂചിപ്പിക്കാത്ത ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. 2-3 മാസക്കാലങ്ങൾക്ക് മുമ്പ് പാദപൂജ വിവാദമുണ്ടായി. ഇവിടുത്തെ DYFIയുടെയും SFIയുടെ സഖാക്കന്മാര് ഞാൻ കൂടെ ഭരണസമിതിയിലുള്ള മാവേലിക്കര വിദ്യാധരാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സൈനിക സ്കൂളിലേക്ക് ഒരു മാർച്ച് നടത്തി. ഉടനെ വിദ്യാഭ്യാസ മന്ത്രി ആഹ്വാനം ചെയ്തു, നാളെ തന്നെ അന്വേഷിച്ച് ഞാൻ NOC കൊടുത്ത് റദ്ദാക്കും. ഒന്നും സംഭവിക്കത്തില്ല. ഇതൊന്നും ഒരു കോടതിക്കും ഒരു നിയമനിർമ്മാണത്തിൽ കൂടെ തടസ്സപ്പെടുത്താൻ ഒക്കുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമാണോ ഇപ്രകാരം നടക്കുന്നത്? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് പല സർക്കാർ വകുപ്പുകളിലും മതപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ശ്രീ അജിംസിനോ VPP മുസ്തഫയ്ക്കോ പറയാൻ സാധിക്കുമോ? രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈ വിവാദം ഇന്നലെയാണല്ലോ ഉണ്ടായത്. കഴിഞ്ഞ 8-ാം തീയതി നവംബർ മാസം 8-ാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിനകത്ത് V ശിവൻകുട്ടിയുടെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാചകം തന്നെ വളരെ ക്ലിയർ ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോ പ്ലാൻ ഫോർ ഫോഴ്സ് സെക്യുലർ പ്രേയേഴ്സ്, നോ പ്ലാൻ ടു ഫോഴ്സ് സെക്യുലർ പ്രെയർ എന്ന് വെച്ചാൽ ഒരു വിദ്യാലയത്തിലും ഒരു പൊതുവായിട്ടുള്ള പ്രാർത്ഥനാ ഗീതം അംഗീകരിക്കുന്നില്ല. അതാത് വിദ്യാലയത്തിന്റെ മാനേജ്മെന്റ്, ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ പോപ്പുലർ ഫണ്ട് വിദ്യാലയങ്ങൾ നടത്തിയിട്ടില്ലേ? മുസ്ലിം ലീഗിന്റെ മാനേജ്മെന്റ് വിദ്യാലയങ്ങളില്ലേ? അവിടെയൊക്കെ പഠിപ്പിക്കുന്നതെല്ലാം ഇത്തരത്തിലുള്ള ഗീതങ്ങളൊക്കെ തന്നെയാണ്. അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു. അജിംസ് ഒന്ന് നോക്കുക, സെർച്ച് ചെയ്ത് നോക്കുക. ഈ ചർച്ചാ വിഷയമായിട്ടുള്ള ഗണഗീതം മുസ്ലിം പെൺകുട്ടികൾ ആലപിച്ചുകൊണ്ട് സംസ്ഥാന യുവജനോത്സവത്തിൽ സമ്മാനം നേടുന്ന കാഴ്ച യൂട്യൂബിൽ കിട്ടുമെന്ന് നോക്കൂ. അന്നേരം അതിനെന്താണ്? കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞല്ലോ, ഈ അമ്പലപ്പുഴ പാൽപായസത്തിലെ വിഷമെന്ന് പറഞ്ഞതുപോലെ ആ പെൺകുട്ടികൾ ആരാണ്? ഈ രാഷ്ട്രത്തിലുള്ളവരല്ലേ? ആര് ഭാരതത്തിന്റെ ദേശീയതയെ അംഗീകരിച്ചാലും അതിനെ അംഗീകരിക്കുക തന്നെ വേണം. ഇതിനകത്ത് ഇവർക്ക് വേടൻ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളെയാണ് കൂടുതൽ ഇഷ്ടം. കുടിച്ച കള്ളമൊന്നും പറയില്ല എന്ന് പറയുന്ന രീതിയിലുള്ള പാട്ടുകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഒരു അർബൻ നക്സൽ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ CPM സംവിധാനവും കേരളത്തിലെ DYFI മാറിയിരിക്കുകയാണ്. 2-3 ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാം. മദ്യത്തിനെതിരാണോ അനിൽ വിളയിൽ? മദ്യത്തിനെതിരാണോ? RSS മദ്യത്തിനെതിരെ തന്നെയാണ്. തീർച്ചയായിട്ടും മദ്യത്തിനെതിരെ തന്നെയാണ്. RSS എന്ന് പറഞ്ഞ പ്രസ്ഥാനം മദ്യത്തിനെതിരാണ്. ചിലപ്പോൾ താങ്കൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ടല്ലോ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ മദ്യനിരോധനം ഉണ്ടോ എന്ന് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കാം. അതൊക്കെ നമുക്ക് രണ്ടാമത്തെ വശങ്ങൾ തന്നെയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം മദ്യത്തിനെതിരെ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1-2 ഉദാഹരണങ്ങൾ എനിക്ക് മറുപടി ശ്രീ VPP മുസ്തഫ എന്ന് പറയണം. ഈ കഴിഞ്ഞ 5-6 മാസങ്ങൾക്ക് മുമ്പ് കായംകുളം മുനിസിപ്പാലിറ്റിയിലെ 43-ാം വാർഡിലെ ലീഗിന്റെ നവാസ് മുണ്ടകത്തിൽ എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ കൗൺസിലർ. CPM പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും മറുപടി പറയേണ്ട കാര്യമാണ്. അവിടെ കേന്ദ്ര ആയുഷ്മാൻ മന്ത്രിന്റെ ഉദ്ഘാടനം നടന്നല്ലോ. ആ ഉദ്ഘാടനം ചെയ്ത ദിവസം രാവിലെ ഒരു മുസ്ലിം മതപുരോഹിതൻ വന്നിട്ട് ബിസ്മില്ലാ ചൊല്ലി. അത് സർക്കാരിന്റെ പരിപാടിയല്ലേ? അതിന് യാതൊരു തടസ്സവും. പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്ന പുരോഹിതന്മാരാണ് അനിൽ വിളയിൽ. പാർലമെന്റ് ഉദ്ഘാടനത്തിൽ പുരോഹിതന്മാരാണ്, പിന്നെയാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഭാരത സാഹചര്യം അനുസരിച്ച് മതത്തിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വേർപെടുത്തി നിർത്താൻ സാധിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു? അതായത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യേണ്ട പ്രധാനമന്ത്രി അമ്പലം ഉദ്ഘാടനം ചെയ്യുന്നു. പാർലമെന്റിന്റെ ഭാഗമായ രാഷ്ട്രപതി അതിൽ നിന്ന് മാറ്റിയെടുത്തു. നമ്മളിപ്പോ തലകുത്തനെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇതിൽ തെറ്റുന്നില്ല. മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് 100% സ്വാതന്ത്ര്യമുണ്ട്, അർഹതയുമുണ്ട്. പക്ഷെ പാർലമെന്റിന്റെ ഭാഗമായ രാഷ്ട്രപതി അതിലുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അങ്ങനെ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യണമെന്ന് എവിടെ ഉദ്ഘാടനം ചെയ്യണമെന്നല്ല. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ അനിൽ വിളയിൽ, പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടന പറയുന്നത് ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഇവര് 3 ചേർന്നാണ് പാർലമെന്റ്. ആ പാർലമെന്റ് മന്ദിരത്തിന് ഉദ്ഘാടനത്തിൽ രാഷ്ട്രപതി ഇല്ല. അവിടെ മൗലവിയും പൂജാരിയൊക്കെ വന്നിരിക്കുന്നു. ഇതാണ് പുതിയ ഇന്ത്യ. ഇതാണ് പുതിയ ഇന്ത്യ. നിങ്ങൾ ഈ ചർച്ചകൾ വഴിതെറ്റിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് അതിനെ വഴിതെറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാദം മാത്രമായിട്ടേ ഉള്ളൂ. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന്റെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാം, ശ്രീരാമന്റെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. കേരള മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്മാരുടെ ഭക്തസംഗമം ഉദ്ഘാടനം എതിർപ്പുണ്ടോ? അവിടെ മൗലവിയും പൂജാരിയും പള്ളിയിലച്ഛനും പ്രധാനമന്ത്രിയുണ്ട്, രാഷ്ട്രപതിയില്ല. അതാണ് ചൂണ്ടിക്കാട്ടിയത്. അത് വേണമെന്നില്ലല്ലോ, യാതൊരു നിർബന്ധവുമില്ല. അത് വേണമല്ലോ അനിൽ വിളയിൽ. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി കൂടി ചേർന്നാണ്. രാഷ്ട്രപതി ഇല്ലാതെ പാർലമെന്റ് ഇല്ല. അവിടെ മൗലവിയും പൂജാരിയും അല്ല അവിടെ ഉള്ളത്. അവിടെ രാഷ്ട്രപതി ഇല്ലാതെ പാർലമെന്റ് ഇല്ല.
രാഷ്ട്രപതി ഇല്ലാതെ പാർലമെന്റിൽ ആ രാഷ്ട്രപതിയാണ് ഒഴിവാക്കിയത്. പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യണമെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഉദ്ഘാടനം ചെയ്യണമെന്നല്ല, രാഷ്ട്രപതി അവിടെ വേണമല്ലോ, രാഷ്ട്രപതി ക്ഷണിക്കണമല്ലോ, രാഷ്ട്രപതി അവിടെ പങ്കെടുക്കണമല്ലോ. പറയൂ അപ്രകാരം. ഞാൻ ചോദിച്ചോട്ടെ അജിൻസെ, രാഷ്ട്രപതി അവിടെ വേണമെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും? അത് പറയൂ. രാഷ്ട്രപതി വന്ന പ്രോട്ടോകോൾ അനുസരിച്ച് രാഷ്ട്രപതി ചെയ്യണം. രാഷ്ട്രപതി വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് തെറ്റായ ധാരണ തന്നെയാണ്. നമ്മൾ ഈ ചർച്ചാ വിഷയം വഴിതിരിച്ചു വിടുകയാണ്. എനിക്ക് പറയാനുള്ള അവസരങ്ങൾ കൂടെ തരണം. പെൺകുട്ടിയുടെ കല്യാണത്തിന് അച്ഛൻ വേണമെന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ, അതായത് ഈ പാർലമെന്റിന്റെ ഭാഗമാണ് രാഷ്ട്രപതി എന്ന് അങ്ങ് മറക്കരുത്. ആ ഭാഗമായ ചടങ്ങിൽ അവരില്ല എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ ചോദിച്ചതിന് ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതി. രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യണമെന്ന് രാഷ്ട്രപതി അവര് ആ പരിസരത്തെ ഉണ്ടായിരുന്നില്ലെന്നേ, അവരെ അങ്ങോട്ട് അടുപ്പിച്ചില്ല, അവരെ വിളിച്ചോ പോലും നമുക്കറിയില്ല. രാഷ്ട്രപതി വേണ്ട കാര്യങ്ങൾക്കൊക്കെ രാഷ്ട്രപതിക്ക് കൃത്യമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് ഈ രാഷ്ട്രത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്. ശ്രീ അജിംസ, എനിക്ക് 2 മിനിറ്റ് സമയം കൂടെ തരണം. കാരണം ഇടയ്ക്ക് ഒരു സാങ്കേതിക പ്രശ്നം കാരണം എനിക്ക് ഇന്ന് പോകേണ്ടി വന്നു. കേരള സംസ്ഥാനത്തും ഭാരത സാഹചര്യം അനുസരിച്ച് മതവും മതചിഹ്നങ്ങളെയും ഒന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ഭരിക്കാൻ സാധിക്കത്തില്ല. CPM പ്രതിനിധി പറയട്ടെ, അവരുടെ നയങ്ങളൊക്കെ കൃത്യമായി ഭാരതത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും മനസ്സിലാക്കിയിരുന്നു എങ്കിൽ, അതാണ് ശരിയെങ്കിൽ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘമോ അല്ലെ BJPയുടെ അത്രയും തന്നെ പഴക്കം CPM എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനുമുണ്ടല്ലോ? എന്തുകൊണ്ടാണ് ഈ കൊച്ചു കേരളത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോയത്? തെറ്റായ മണ്ടൻ ആശയങ്ങൾ തന്നെയാണ് CPMന്റെ ആശയങ്ങളെന്ന് ഈ ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇവർക്ക് ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിലാണെന്ന് പറഞ്ഞതുപോലെ ഈ ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും കേരളത്തിലാകണമെന്നുള്ള റെക്കോർഡ് മാത്രമേ VPP മുസ്തഫ ഉൾപ്പെടെയുള്ള ആൾക്കാർ കരുതുന്നുള്ളൂ. ഈ വിവാദത്തിന് ഒരു ഗുണമുണ്ട്. CPMനെയും DYFI ഒക്കെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. കാരണം ഈ വിവാദം ഉണ്ടായതോടുകൂടി ഞങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളുടെ പ്രവേശനത്തിന് ക്യൂ കൂടുകയാണ്. ഈ പറയുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ പറയാം, നിങ്ങളുടെ ഒരു 15 നേതാക്കന്മാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ആലപ്പുഴ ജില്ലയിലെ അവരുടെ മക്കളും കൊച്ചുമക്കളും പഠിക്കുന്ന വിദ്യാലയങ്ങൾ ഭാരതീയ വിദ്യാനികേതന്റെ വിദ്യാലയങ്ങൾ തന്നെയാണ്. VPP മുസ്തഫയോട് ഞാൻ ലിസ്റ്റ് തരാം. നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരുടെയും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരുടെയും മക്കൾ എന്റെ അടുത്ത് ഉൾപ്പെടെ വന്ന് റെക്കമെൻഡേഷൻ അഡ്മിഷൻ വേണമെന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് നാണമില്ല? നിങ്ങൾക്ക് ചർച്ചയെ വന്നിരുന്ന് പറയാനേ ഒക്കത്തുള്ളൂ. ഇവരൊക്കെ പ്രതിനിധീകരിക്കുന്ന, ഇവരൊക്കെ വിശ്വസിക്കുന്ന ഒരു പ്രമാണം ഭാരതീയ തത്വശാസ്ത്രം തന്നെയാണ്. അത് കിട്ടുന്ന വിദ്യാലയം ഭാരതീയ വിദ്യാനികേതന്റെ വിദ്യാലയമാണ്. എന്താ സർക്കാർ സ്കൂളിലോട്ട് പോകാത്തത്? അവിടെ പോകാൻ സാധിക്കില്ല, അവിടെ ഇത് കിട്ടില്ല. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളാണ്. മാവേലിക്കര വിദ്യാരാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സൈനിക സ്കൂളിലെ ഒരു 50 or 100 രക്ഷകർത്താക്കളുടെ പേര് ഞാൻ തരാം. നിങ്ങൾക്ക് 2 പേർക്കും വാട്സാപ്പ് നമ്പർ തന്നാൽ മതി. നിങ്ങളൊന്ന് തിരക്ക്. എന്തിനാണ് അവരവിടെ വിടുന്നത്? നിങ്ങൾ വന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കും, പക്ഷെ അവിടെ പഠിക്കുന്നതൊക്കെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളാണ്. ഈ മാവേലിക്കര വിദ്യാലയത്തിൽ 3500 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിനകത്തെ സംഘ പശ്ചാത്തലമുള്ള കുടുംബത്തിലെ കുട്ടികൾ എത്രയാണെന്നൊന്ന് എണ്ണമെടുത്ത് നോക്ക്. മഹാഭൂരിപക്ഷവും ഇവിടുത്തെ സഖാക്കന്മാരുടെ മക്കളും കൊച്ചുമക്കളും കോൺഗ്രസ് നേതാക്കന്മാരുടെ DCC ഭാരവാഹികളുടെ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം വഹിച്ച കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ പഠിക്കുന്നു. കൊച്ചി വിദ്യാലയത്തിലും അതേ അവസ്ഥ. ഇന്ന് കൊച്ചിയിലെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊരു വിവാദമായിട്ട് എടുത്താൽ തന്നെ ഈ വിവാദം ഉണ്ടായതിനു ശേഷം 2 ദിവസമായിട്ട് അഡ്മിഷൻ അവിടെ തിരക്ക് കൂടി. മാവേലിക്കര വിദ്യാലയത്തിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ ഒക്കാത്ത രീതിയിലാണ്. കാരണം നിങ്ങൾ പറയുന്ന തത്വശാസ്ത്രമല്ല സാധാരണക്കാരായ സഖാക്കന്മാരും സാധാരണക്കാരായ കോൺഗ്രസ്സുകാരും എടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്ന മണ്ടത്തരമാണ്. നിങ്ങൾ ഞങ്ങളുടെ വിദ്യാലയങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർമാരാണ്. ബ്രാൻഡ് അംബാസിഡർമാരെ എടുത്തെടുത്ത് ഞാൻ പറയാണ്, ഒരു പൈസ ചെലവില്ലാതെ വിദ്യാനികേതന്റെ ജനങ്ങളൊക്കെ സ്വീകരിക്കുന്ന പിന്നെ ആരായാലും ഗണഗീതം ചൊല്ലിപ്പോകും. നിജേഷ് അരവിന്ദ്, നുസൂറിനെ പോലുള്ളവർ, ഒരു നിമിഷം, NS നുസൂറിനെ പോലുള്ളവർ അദ്ദേഹം പറയുന്ന ഒരു നിമിഷം നിജേഷ് ഒരു കാര്യം, നുസൂർ പറയുന്നതെന്ന് അറിയാം, ഞാൻ സ്കൗട്ടിന്റെ പരിപാടിക്ക് പോയപ്പോൾ ഞാൻ പാടിയിട്ടുള്ളതാണ്. ഏത് സ്കൗട്ടിന്റെ പരിപാടിയാണ് ഗണഗീതം പാടിയിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. അപ്പൊ അദ്ദേഹം ചിലപ്പോൾ ഇതുപോലെ ഈ സ്കൂളിൽ പഠിച്ചതായിരിക്കും നിജേഷ്. അല്ല, അതിനൊന്നും ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് ഒന്നുകിൽ SCERT ആണ്, അല്ലെങ്കിൽ CBSE ആണ്. സിലബസ് ആണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിനനുസരിച്ച് CBSE സ്കൂളിൽ പഠിക്കേണ്ട കുട്ടികൾ അവിടെ പഠിക്കും. NCERT ആണെങ്കിൽ അവിടെ പഠിക്കും. സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ അവിടെ പഠിക്കും. ഇതൊക്കെ ഞങ്ങളുടേതാണ്, ഞങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്ന് ഏതെങ്കിലും RSSകാരനോ BJPക്കാരനോ തോന്നിക്കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. കേരളത്തിലെ ഭരണത്തിനും അത് സാധിക്കണം. ഇത് ഏതെങ്കിലും ഒരു DCC ഭാരവാഹിയുടെ മകൻ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നു, ഞങ്ങളുടെ സ്കൂളിൽ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ നിർത്ത സുഹൃത്തെ. RSS എന്ന് പറയുന്ന സംഘടനയെ നമ്മൾക്കറിയാം, മെമ്പർഷിപ്പ് ഇല്ലാത്ത സംഘടന. അതിൽ സ്ത്രീകളുണ്ടോ അറിയില്ല, മുസ്ലിം ഉണ്ടോ അറിയില്ല. കാരണം അവർ മെമ്പർഷിപ്പേ ഇല്ല. ഗോഡ്സെ എങ്ങനെ
RSS ഈ ഗാന്ധിവാദത്തിൽ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ RSSകാരനാണോ എന്ന് വെച്ചാൽ തെളിവില്ല. കാരണം എന്താ, അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഇല്ല. അതുകൊണ്ട് RSSന്റെ മഹത്വവൽക്കരിക്കാനോ നോക്കണ്ട. പിന്നെ ഒറ്റ കാര്യം, VPP മുസ്തഫ AKG എന്ന് പറയുന്ന നേതാവിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ. പക്ഷേ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി തെറ്റുണ്ട്. 39-ലാണ് AKG ജയിലിൽ പോയത്. 42-ൽ ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ സമയത്താണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ലോകത്ത് 2 ശാക്തിക ചേരികളിൽ നിന്നും ജർമ്മനിക്കും ജപ്പാനുമെതിരെ സോവിയറ്റ് യൂണിയനോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടനോടൊപ്പം നിൽക്കണം എന്നായതാണ് വസ്തുത. 42 ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങി. 45-ലാണ് ക്വിറ്റ് ഇന്ത്യ സമരം അവസാനിച്ച് ഏകദേശം നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. 2ാം ലോകമഹായുദ്ധം അവസാനിച്ച ശേഷമാണ് AKG ജയിലിലേക്ക് വീണ്ടും തിരിച്ചു പോയത്. അപ്പോൾ 42 മുതൽ 45 വരെ ജയിലിലായിരുന്നു. 47-ൽ AKGയുടെ ചരിത്രപ്രസിദ്ധമായ പ്രസ്താവന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്താവന നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നും സായുധ സമരത്തിലൂടെ സ്വാതന്ത്ര്യം കിട്ടണമെന്നാണ്. അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചതൊക്കെ. അപ്പോൾ അത് ഞാനതിന് നിങ്ങൾ അതിന് ശേഷമുള്ളതോ കാര്യങ്ങളല്ല, നിങ്ങൾ പറഞ്ഞത് വസ്തുതയല്ല എന്ന് മാത്രം സൂചിപ്പിച്ചതാണ്. അല്ലാതെ AKGയോ അല്ലെങ്കിൽ ആ നേതാക്കളെ ബഹുമാനിക്കത്തോടല്ല ഇന്ത്യ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ പങ്കാളിയായത് KPCCയുടെ ഭാരവാഹി എന്നൊക്കെ അംഗീകരിക്കും. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തെ പ്രവർത്തനങ്ങളെയും ന്യായീകരിക്കുന്നു. വസ്തുതാപരമായ തെറ്റ് മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. പിന്നെ രണ്ടാമത്തത്, അറിയാതെയെങ്കിലും നിങ്ങൾ PM ശ്രീയെ ന്യായീകരിച്ച് പോകുന്നത് തന്നെയാണ് തെറ്റ്. കർണാടകയിൽ ഞങ്ങളല്ല ഒപ്പുവെച്ചത്, യെദിയൂരപ്പ ഗവൺമെന്റാണ്. നിങ്ങൾ ഇനിയെങ്കിലും IPL ലേലത്തിന് വെക്കുമ്പോൾ 1416 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിൽക്കാൻ വെക്കരുത് സംഘപരിവാറിന് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് ആഗ്രഹിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന, ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ ആശയത്തെ നിങ്ങൾ ദയവ് ചെയ്ത് സംഘപരിവാറിന്റെ ആലയിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കരുത്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശരി, VPP മുസ്തഫ, ഈ DCC അംഗങ്ങളുടെയും മുനിസിപ്പൽ ചെയർമാന്മാരുടെയൊക്കെ മക്കൾ പഠിക്കുന്ന പോലെ സഖാക്കളുടെയും മക്കൾ RSS സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ സംഘപരിവാറിനുള്ള എതിർപ്പ് കോൺഗ്രസിൻ്റെ ആയാലും CPM-ൻ്റെ ആയാലും സൈദ്ധാന്തികമായ ഒരു വർത്തമാനങ്ങൾ പറയുമ്പോൾ പ്രായോഗികമായി അത് പരാജയപ്പെടുന്നുണ്ടോ? പ്രായോഗികമായിട്ട് നിങ്ങൾ പറയുന്നത് പോലെ RS വിരുദ്ധത പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേരളം എപ്പോഴേ RSSന്റെ പിടിയിൽ അമരണം. നേരത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നമ്മുടെ രാജ്യത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ ജന്മദേശമായ ഗുജറാത്തും ഇതെല്ലാം എത്രയോ ദശകങ്ങളും കോൺഗ്രസ് ഭരിച്ചിരുന്നതല്ലേ? അവിടെയെല്ലാം എങ്ങനെയാണ് ഇപ്പോ RSS എത്തിയത്? അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നം കൊണ്ടാണോ? അത് ആലോചിക്കേണ്ടവർ ആലോചിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് കേരളം ഇപ്പോഴും ഒരു പ്രതിരോധത്തിന്റെ തുരുത്തായിട്ട് നിൽക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷം അത് മുന്നോട്ട് വെച്ചിട്ടുള്ള മതനിരപേക്ഷതയുടെ നിലപാടുകൾ കൊണ്ട് തന്നെയാണ്. RSSനെ കായികമായും പ്രത്യയശാസ്ത്രപരമായും വിട്ടുവീഴ്ചയില്ലാതെ അവരെ എതിർക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ്. ഈ സമീപനം പല സംസ്ഥാനങ്ങളിലും അവിടെ വലിയ സ്വാധീനമുണ്ടായിരുന്ന ചില മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ആശയപരമായിട്ടും കായികമായിട്ടുമുള്ള RSSന്റെ അത്തരം ശ്രമങ്ങൾക്ക് മുന്നിൽ അവിടെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ മുട്ടമടക്കിയപ്പോഴാണ് ആ സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോൾ തുടർച്ചയായി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിട്ട് മാറിയത്. കേരളത്തിൽ അങ്ങനെ സാധിക്കാത്തത് ഇപ്പോഴും ആശയപരമായി നേരിടേണ്ടതിന് അങ്ങനെയും RSS ആയുധമായിട്ട് വരുമ്പോൾ അതിനെ അങ്ങനെയും ചെറുക്കുന്ന നിലപാട് കേരളത്തിലെ ഇടതുപക്ഷം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ വേറെ പ്രശ്നമില്ല. പിന്നെ അതിനകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്കാളിത്തത്തെ കുറിച്ച് ഇപ്പൊ RSSനേക്കാൾ വലിയ നിലയിലാണ് സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തത്തെ കുറിച്ച് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്. ചരിത്രം പഠിച്ചാൽ മതി. എങ്ങനെയാ തിരുവിതാംകൂർ കേരളത്തിന്റെ ഭാഗമായത്? എന്താ SRCPയും അന്നത്തെ തിരുവിതാംകൂർ രാജാവും സ്വീകരിച്ച സമീപനം? സ്വതന്ത്ര തിരുവിതാംകൂർ എന്നല്ലേ? എന്തിനാ പുന്നപ്രവയലാറിലെ സമരം നടന്നത്? അതിന്റെ 78ാം വാർഷിക ഈ ഒക്ടോബർ മാസത്തിൽ ആചരിച്ചു പോയത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് ഈ തൊഴിലാളികളെല്ലാം അണിനിരത്തി ഈ തിരുവിതാംകൂർ ഇന്ന് ഐക്യ കേരളത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാര് അതിന്റെ തൊഴിലാളികൾ സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായിട്ട്. വടക്കേ മലബാറിൽ നടന്ന കർഷക സമരങ്ങൾ അതിന്റെ എല്ലാം ഭാഗം, അതെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളെ കോൺഗ്രസ് ആണ് അധികാരത്തിൽ. ഈ കർഷക സമരങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിച്ചത് ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോഴല്ലേ? ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ 3 രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരുന്നത്. അത് കാശ്മീരും ജുനഗഡും ഹൈദരാബാദുമാണ്. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വെറുതെ വിളിച്ചു പറയില്ല. SRCPയുടെ സമീപനം എന്തായിരുന്നു നിജേഷ്? SRCPയുടെ സമീപനം എന്തായിരുന്നു? അതിനെതിരെയല്ലേ സമരം നടന്നത്? അതിനെ തള്ളിക്കളയാൻ പറ്റുമോ? ആ പ്രസ്താവന ശരിയാണ്. RSS ഹിന്ദു പ്രസ്ഥാനമല്ല, അത് ഹിന്ദുത്വ ഐഡിയോളജിയാണ്. നിങ്ങൾ 1923 VD സവർക്കറുടെ ഹിന്ദു ഐഡിയോളജിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്, ഹിന്ദുത്വ ഐഡിയോളജിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇവിടത്തെ ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള, സഹസ്രാബ്ദങ്ങളുടെ വേരുകളുള്ള
ഹിന്ദു സംസ്കാരവുമായിട്ട് RSSന് ഒരു കുലബന്ധവുമില്ല. നിങ്ങളുടെ വേരുകൾ വെറും 100 വർഷം മാത്രം പഴക്കമുള്ള ഹിന്ദുത്വ ഐഡിയോളജിയിലാണ്. അതിനെ പൊതുവൽക്കരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. രാജ്യം അവർ ഭരിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം തുടരും. അത് വിദ്യാഭ്യാസത്തിലും റെയിൽവേയിലും മാത്രമല്ല, നമ്മുടെ നിഖിലമാന മേഖലകളിലും ആ ശ്രമം ഉണ്ടാകും. പക്ഷെ അതിന് അതിനെ എതിർക്കുന്നവർ എങ്ങനെ ചെറുക്കുന്നു എന്നുള്ളതാണ്. എതിർക്കുന്നവർ എങ്ങനെ ചെറുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. അതിന്റെ ഫലപ്രാപ്തി എത്രയാണെന്നുള്ളതാണ് ചർച്ച. നന്ദി ശ്രീ പി മുസ്തഫ, നിജേഷ് അരവിന്ദ്, അനിൽ വിളയിൽ.